ഇന്ന് രാത്രിയിലും അവിടുന്ന് അനുവദിച്ചത് കൊണ്ട് നമുക്കൊന്നിച്ചു കൂടുവാൻ സാവകാശം ലഭിച്ചു. ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്തൃദാസനും കുടുംബത്തിനും സഭയ്ക്കും, വിശേഷിച്ച് വാത്സല്യ കനകരാജ് അവരുടെ കുടുംബം എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദിയും വന്ദനവും ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ രാത്രിയില് നാം ചിന്തിച്ചു വന്ന ഭാഗത്തോട് ബന്ധപ്പെട്ട് ശേഷമുള്ള കാര്യങ്ങൾ ഈ രാത്രിയിലും ദൈവകൃപയിൽ ശരണപ്പെട്ട് നമുക്ക് ചിന്തിക്കാം. തൊണ്ടയ്ക്ക് അല്പം പ്രയാസമുണ്ട്, കാലിന് വേദനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഒന്ന് ഇരുന്നെന്ന് വരും. നിങ്ങൾ സാധികം ക്ഷമിച്ച് ശുശ്രൂഷയിൽ സഹകരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവെടുത്ത. ഇന്നലെ രാത്രിയില് നമ്മൾ ചിന്തിച്ചു വന്നത് എന്താണ് സുവിശേഷം? എന്തുവാ? സുവിശേഷം ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. എല്ലാരും മറന്നു പോകുന്നില്ലയോ? എന്നാ ഒന്നുകൂടെ ഒന്ന് വായിച്ചോ. 2:8 തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2:8. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ തിരുവെടുത്ത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന. നന്നായിട്ട് വായിച്ചു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അതാണ് സുവിശേഷം. അപ്പോൾ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, അതാണ് സുവിശേഷം. ഇന്നലെ ഓർപ്പിച്ചല്ലോ. എന്തിനാണ് ഈ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാന്. 2:11 തീത്തോസ് 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോൾ സകല മനുഷ്യരും രക്ഷപ്പെടാൻ വേണ്ടിയാ സുവിശേഷം. വളരെ ലളിതമായിട്ടാ ഞാൻ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാ പോരെ? ഇതുപോലെ. അപ്പോൾ സകല മനുഷ്യരും രക്ഷപ്പെടാൻ വേണ്ടിയാ സുവിശേഷം. ഇതിന് 5 പൈസ മുടക്കണ്ട, 1/2 കാശ് മുടക്കണ്ട, 1/2 മൈൽ നടക്കണ്ട. വെളുത്ത തുണി തന്നെ ഉടുത്തോണ്ട് വരണമെന്നില്ല, കറുത്തത് തന്നെ ഉടുത്തോണ്ട് വരണമെന്നില്ല, മഞ്ഞ തന്നെ ഉടുത്തോണ്ട് വരണമെന്നില്ല, കടും ചുമപ്പ് തന്നെ ഉടുത്തോണ്ട് വരണമെന്നില്ല. ഇന്നലെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഉടുക്കണമെന്നേ ഉള്ളൂ. ഒന്നുമില്ലാതെ കയറി വരരുത്. അപ്പോൾ അങ്ങനെ നിർബന്ധ ബുദ്ധി ഒന്നുമില്ല. ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ടുവരികയും വേണ്ട. അരി വേണ്ട, ഏത്തക്കൊല വേണ്ട, വാഴക്കൊല വേണ്ട, ഒന്നും വേണ്ട. കോഴിയും വേണ്ട, ആടും വേണ്ട, ഒന്നും വേണ്ട. പൈസയും വേണ്ട. ഇവിടെ പിന്നെ സ്വത്രകാഴ്ച എടുക്കുന്നതിന്റെ ചെലവിന് വേണ്ടി, അല്ല സ്വർഗത്തിൽ പോകാനും രക്ഷിക്കപ്പെടാനോ ഒന്നുമല്ല. അപ്പോൾ രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒരേ ഒരു വ്യക്തി, നസറായനാകുന്ന യേശു ക്രിസ്തു. അപ്പോൾ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാണ് ഈ സുവിശേഷം കേൾക്കേണ്ടത്? അതാ 49-ന്റെ 1 വായിച്ചല്ലോ. സങ്കീർത്തനം 49-ന്റെ 1. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളുമായുള്ളവരെ, ഇത് കേൾപ്പിൻ. ഇത് കേൾക്കണം. ശ്രദ്ധിച്ച് എല്ലാവരും ഇത് കേൾക്കണം. എല്ലാവരും കേൾക്കണം. ജാതിയും മതവും വർഗവും വർണ്ണവും ഒക്കെ മനുഷ്യനൊപ്പിച്ച
വികൃതികളാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഭൂതലത്തിലിംഗം കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കും എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ പറക്കുന്ന സകല മനുഷ്യരും ഒരാട സന്തതിയാണ്. ഇത് പറഞ്ഞാലൊന്നും എല്ലാവരും ഒന്നും അംഗീകരിക്കത്തുമില്ല. ഇവിടെ ഇരിക്കുന്നവർ തന്നെ അംഗീകരിക്കുന്നില്ല, വെറുതെ വന്നിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇടയിൽ ആൾക്കാരുണ്ടല്ലോ, ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവര് കുറഞ്ഞതാ, ഞങ്ങൾ കുറച്ചുകൂടെ കൂടിയതാ, അവര് ഒട്ടും ഇതുള്ളതല്ല, തരംതിരിവല്ലേ. ഇപ്പോഴും വാർത്താ മാധ്യമങ്ങളൊക്കെ നോക്കിയേ, ഓരോരോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഏതാ പ്രശ്നം വേറെയാണെങ്കിൽ അതിന്റെ മൂലകാരണം അതാ. പൊതുവെ പറയുമ്പോ ഇന്ന പ്രശ്നമാണെന്നൊക്കെ പൊതുവെ പറയും, പത്രത്തിലും ഒക്കെ വരും. പക്ഷെ താഴോട്ട് ഇറങ്ങി ചെന്ന കാരണം വേറെയാ. അപ്പൊ ഇതെല്ലാം മനുഷ്യനൊപ്പിച്ച വിനകളാ. ഞങ്ങള് മുഖത്തിൽ നിന്ന് വന്നവര്, മറ്റവര് നെഞ്ചിന്റെ അവിടെ നിന്ന് വന്നവര്, കുറെ പേര് ചെവിയിൽ നിന്ന് വന്നത്, ഇടഭാഗത്ത് നിന്ന് വന്നവര്, ചില കാലിന് കീഴിൽ നിന്ന് വന്നവര്, ബാക്കി വന്നത് എവിടെ നിന്നൊന്നും പറയുന്നുമില്ല. സ്കൂളില് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു അധ്യാപകനോട് കുട്ടി ചോദിച്ചെന്നാ പറയുന്നത്, ബ്രഹ്മാവിന്റെ മുഖത്തിൽ നിന്ന് വന്നു, നെഞ്ചിന്റെ അവിടെ വന്നു, ഇവിടെ നിന്ന് വന്നു, കാലിന്റെ അടിയിൽ നിന്ന് ഒക്കെ വന്നു. അപ്പം ചോദിച്ചു, പോട്ടെ പറയുന്നില്ല, വെറുതെ ആലോക്യം ഉണ്ടാക്കണ്ട. നിങ്ങൾ കേട്ടില്ലായിരിക്കും അല്ലയോ? എന്നാ വേണ്ട, യോഗം കഴിഞ്ഞ് പറയാം. ഇതെല്ലാം മനുഷ്യൻ തരംതിരിച്ചു വെച്ചിരിക്കുക. എന്നാൽ ഈ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത് നെഞ്ചിന്റെ അവിടെ നിന്നും തൊടയുടെ അവിടെ നിന്നും കാലിനടിയിൽ നിന്നും വന്നതല്ല, സ്വർഗത്തിന് ദൈവം സൃഷ്ടിച്ചതാ. അത് 5 ദിവസം കൊണ്ട് പൂജന കേജന വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചിട്ട അനന്തരം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. 6-ാമത്തെ ദിവസമാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എനിക്ക് തൊണ്ടയെല്ലാം അടഞ്ഞിരിക്കുന്നതുകൊണ്ട് പാടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ ചെല്ല് പറയും, ഇങ്ങനെ പാടാനല്ലല്ലോ വിളിച്ചത്, പ്രസംഗിക്കാനല്ലേ വിളിച്ചത്, പാടാനെ കർത്താവിന്റെ ദാസി ശോശാമയും ഇല്ല അവരും ഉണ്ടല്ലോ, അവര് പാടിക്കൊള്ളും, താൻ എന്തിനാ പാടുന്നേ? തന്നെയല്ല അത് നല്ലതുമല്ലെന്ന് ചിലര് പറയും. എങ്കിലും ഈ വിഷയാധിഷ്ഠിതമായി പറയുമ്പോൾ അതിന് യോജിച്ച ചില പാട്ടുകളുണ്ട്. ട്യൂണും സ്വരവും ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളോട് അങ്ങ് പാടിക്കണം. അല്ല, വിഷയം പറഞ്ഞു വരുമ്പോ അതിനോട് ചേർന്ന് അങ്ങ് പാടുന്നതേ ഉള്ളൂ. പാടുന്നെന്നും അവകാശപ്പെടുന്നില്ല, പറയുക. 6-ാം ദിനത്തിൽ ആത്മപാപം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം, അതിന്റെ ശേഷം നാരികെ ഗുരുവാക്കി ദൈവം പരമവർഗ പൂരിത ഭാഗ്യ വിചിത്രമത ഒരു ഫോട്ടം ചമച്ചതിങ്കൽ പൂരിത ദുർഗമിരുവർക്കൊരു വാട്ടം വാരാ വിധം നിയോർജിതമൊന്നു കൊടുത്തിത കൽപ്പന ശ്രേഷ്ഠം ാനി പൂജിപ്പാനോ അരുതരമായതിനിഷ്ടം മാറുത്തും പരുമ മരണമെന്നല്ലൊരു നീക്കമില്ലതിന് കരുത നിങ്ങളെന്നു ഭാരമെത്തുന്നവരോട് വെള്ളങ്ങളിൽ മീതിൽ വെള്ളങ്ങളിൽ മീതിൽ. അപ്പോൾ 5 ദിവസം കൊണ്ട് ഈ കാണുന്ന പൂജന കേജന വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ച് 6-ാമത്തെ ദിവസം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ ഇത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേര് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുതെന്നായി പറയുന്നത്. ദൈവത്തിന്റെ മഹത്വം. വേദപുസ്തകം പഠിപ്പിക്കുന്നത് സകല ആൾക്കാരും ഒരു വ്യക്തിയിൽ നിന്ന് ജനിച്ചതാണ്. അതെ. അപ്പൊ എന്തിനാണ് ഈ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല ജാതികളും ഇത്
കേൾക്കണം. അടുത്തത് നമ്മൾ ചിന്തിച്ചത് സുവിശേഷത്തിന്റെ വിശേഷത. 3 കാര്യമായി ഇന്നലെ ഓർപ്പിച്ചത്. സുവിശേഷത്തിന്റെ വിശേഷത 1, ഇത് രക്ഷിക്കുന്ന മാർഗമാ. റോമർ 1:16 ഇന്നലെ വായിച്ചതാ. ഇത് രക്ഷിക്കുന്ന മാർഗമാ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. അപ്പോൾ സുവിശേഷം എന്തിനാന്ന് ചോദിച്ചാൽ, സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ആരെ രക്ഷിക്കും? എല്ലാവരെയും രക്ഷിക്കും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, വിശ്വസിക്കണം. ഇന്ന് രാത്രി ആര് വിശ്വസിക്കും അവരെ രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. വിവരിക്കുന്നില്ല. 2, സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. 6:14 ഇന്നലെ വായിച്ചത്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് സമാധാനം തരുന്ന മാർഗമാണ്. സമാധാനം. അപ്പൊ സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. സകല മനുഷ്യർക്കും സമാധാനം തരും. ആ മാർഗമാണ് സുവിശേഷം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർക്കും ദൂരത്തിരിക്കുന്നവർക്കും സകല മനുഷ്യർക്കും സമാധാനം തരുവാൻ കഴിവുള്ള ഒരേ ഒരു മാർഗമാണ് സുവിശേഷം. സുവിശേഷം അലോഗ്യം ഉണ്ടാക്കുന്ന മാർഗമല്ല, അടിപിടി ഉണ്ടാക്കുന്ന മാർഗമല്ല, തമ്മിത്തൽ ഉണ്ടാക്കുന്ന മാർഗമല്ല, സുവിശേഷ പ്രശ്നം ഉണ്ടാക്കുന്ന മാർഗമല്ല, സമാധാനം തരുന്ന മാർഗമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ വ്യക്തിക്ക് സമാധാനം, കുടുംബത്തിൽ വന്നാൽ കുടുംബത്തിന് സമാധാനം, ദേശത്ത് വന്നാൽ ദേശത്തിന് സമാധാനം, ഒരു രാഷ്ട്രത്തിൽ വന്നാൽ ആ രാഷ്ട്രത്തിനും രാജ്യത്തിന് സമാധാനം. സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. മാത്രമല്ല സുവിശേഷത്തിന്റെ 3ാമത്തെ വിശേഷത കൊലോസ്യർ 1:3 വായിച്ചേ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. അപ്പോൾ സുവിശേഷത്തിന്റെ 3ാമത്തെ വിശേഷത ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. പ്രത്യാശ. എന്താ നമ്മുടെ പ്രത്യാശ? അത് പലതാ. അതിലൊന്ന് പ്രധാനമായിട്ടുള്ളത് യേശുക്രിസ്തു വീണ്ടും വരും. പറഞ്ഞേച്ചാ പോയത്. യോഹന്നാൻ 14:1-2 നമുക്കറിവുള്ള വാക്യമെങ്കിലും ഒന്ന് വായിച്ചു വിട്ടു. കാരണം ഈ ഉള്ളത് തന്നെയായി പറയാനെന്ന് അറിയണ്ടേ. അതിനാ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. കർത്താവ് ഡയറക്റ്റ് പറഞ്ഞതാ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതാ നമ്മുടെ പ്രത്യാശ. വീണ്ടും വരും, ഇരിക്കുന്ന ഇടത്തിരുത്തും. ഈ പ്രത്യാശ തരുന്ന വേറെ ഒരു മാർഗവും ഇല്ല. സ്തോത്രം. ആരും തിരിച്ചു വരുമെന്നും പറഞ്ഞ് പോയിട്ടുമില്ല. അവർക്കും അറിയാൻ പറഞ്ഞാൽ തിരിച്ചു വരുന്ന കേസല്ലിത്. പിന്നെ വെറുതെ എന്തിനാവശ്യമില്ലാതെ യേശു പറഞ്ഞു, ഞാൻ പോയിച്ച് തിരിച്ചു വരും. പോകുന്ന എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവുക. സത്യമായനിലും നിത്യപിതാവിലും, സത്യമായനിലും നിത്യപിതാവിലും സത്യമായി വിശ്വസിപ്പി സന്തതമും നിങ്ങൾ. സത്യമായി വിശ്വസിപ്പി സന്തതമും നിങ്ങൾ. ചിത്തം കലങ്ങിടൊല്ല, പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല, പോയി വരും ഞാൻ. പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങി കൊല്ല. പോയി വരും ഞാൻ. സത്യമായനിലോ നിത്യപിതാവിലോ, സത്യമായനിലോ നിത്യപിതാവിലോ സത്യമായി വിശ്വസിപ്പി സന്തതമും നിങ്ങൾ. സത്യമായി വിശ്വസിപ്പി
നിരന്തരവും നിങ്ങൾ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ പോയി വരും ഞാൻ പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോയാ, ഞാൻ പോയി സ്ഥലം ഒരുക്കുക, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ ഇടയ്ക്കൽ. ഇതാണ് നമ്മുടെ പ്രത്യാശ. യേശു വീണ്ടും വരും, തിരുസഭയെ ചേർക്കും, താൻ ഇരിക്കുന്ന ഇടത്ത് നമ്മയും കൊണ്ടിരുത്തും. യാതൊരു സന്തോഷമില്ല. അത് ഞാനിപ്പോ പറഞ്ഞതുകൊണ്ട് ഒരു പ്രത്യാശയില്ല, യാതൊരു കരയാന്ന് അതിന് അത്ര വല്ലതും തോന്നിയല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം നമുക്ക് പ്രത്യാശ തരുന്ന മാർഗമാണ്. പ്രത്യാശ തരുന്ന മാർഗമാണ്. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ കാഹളം ധ്വനിക്കുമ്പോൾ ഉയർത്തു വരും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം ഉണ്ടാകും. ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യാശ. ആ രൂപാന്തരം ഉണ്ടാക്കുമ്പോൾ ചത്ത അപ്പച്ചൻ പട്ടിയായിട്ടല്ല വരുന്നത്. വല്യപ്പച്ചൻ ചത്തുപോയി ആണ്ട് പൂവൻ കോഴിയായിട്ട് മുറ്റത്ത് നിൽക്കുന്ന അങ്ങനെയൊന്നും വരികയല്ല. അപ്പച്ചൻ പശുവിന്റെ ദേഹത്ത് കയറിയെന്ന വളരെ പറഞ്ഞ അപ്പച്ചന് പശുവിനെ വലിയ ഇഷ്ടമായിരുന്നു. മിക്കവാറും വന്ന് പശുവിന്റെ ദേഹത്ത്. അങ്ങനെയുള്ള മാർഗമല്ല, ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. മൺമറഞ്ഞ വിശുദ്ധന്മാർ കാഹളം ധ്വനിക്കുമ്പോൾ പുത്തൻ ശരീരത്തോട് ഉയർത്തു വരും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരമുണ്ടാകും. രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പൗലോസ് പറയാ, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ പ്രത്യാശ സുവിശേഷം നമുക്ക് തരുന്നത്. ഈ പ്രത്യാശ തരുന്ന വേറെ ഒരു മാർഗവും ഇല്ല. സ്തോത്രം. ഒരു മാർഗവുമില്ല. നമ്മളെ വിട്ട് അനേക പ്രിയപ്പെട്ടവർ മൺമറഞ്ഞു പോകും. നമ്മുടെ പിതാവ്, മാതാവ്, അല്ലെ ഭർത്താവ്, ഭാര്യ, മക്കള്, വേണ്ടപ്പെട്ടവരൊക്കെ പോകുമ്പോൾ ഈ ദൈവമക്കളെ സംബന്ധിച്ച് വലിയ അലമുറ ഇടാതെയും വലിയ ബഹളമൊന്നും കാട്ടാതിരിക്കുന്നതിന് സങ്കടമില്ലാഞ്ഞിട്ടാണോ? ഏത് പ്രായത്തിലുള്ളവർ ഏത് സമയത്തും മൺമറഞ്ഞു പോയാൽ, നമ്മെ വിട്ടുപോയാൽ ദുഃഖമാണ്. പക്ഷെ ദൈവമക്കൾ ശാന്തമായിട്ട് യോഗ്യമായ വസ്ത്രമൊക്കെ ധരിച്ച് സ്തോത്രമൊക്കെ പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഇവരെ കാണുന്നൊരു ദിവസമുണ്ട്. അതാ പ്രത്യാശ. അതാ പ്രത്യാശ. പണ്ട് കാലത്തൊക്കെ പ്രത്യാശ ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ മുൻകാലം എങ്ങനെയായിരുന്നു? മുൻകാലം അതൊന്നും പറയാതിരിക്കുന്നതാ. നേരത്തെ എങ്ങനെയായിരുന്നെന്ന് 2-3 വാക്യം വായിച്ചേ മക്കളെ. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടും, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2 മുതൽ താഴോട്ടും, പത്രോസിന്റെ 1-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 2 മുതൽ താഴോട്ടും, തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3, 4, 5, എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യവും. ബാക്കി ഞാൻ പിന്നെ പറയാം. ഇത് വായിച്ചൊക്കുമെന്ന് നോക്കട്ടെ. ആദ്യം ഗലാത്യ ലേഖനം 4-8 വായിര്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ കാല് വേദനിക്കുന്നോണ്ട് ഇരിക്കുക. മോള് വായിച്ചോ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കാൻ നിങ്ങൾ ദരിദ്രവും ബലഹീനമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് അതിന് അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയോന്ന് ഭയപ്പെടുന്ന എഫേസ്യർ 2:2 വായിച്ചേ. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ നേരത്തെ കാര്യം, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതികളെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെ അധിപതിയായവനെ അനുസരിച്ച് നേരത്തെ നടന്നു. ഇനി പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 2 മുതൽ വായിച്ചേ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം മനുഷ്യരുടെ ഭോഗങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന്
ജീവിക്കേണ്ടതിന് പാപം വിട്ടൊടിച്ചിരിക്കുന്നു. കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകൊടിയിലും മദ്യപാനത്തിലും വെറുക്കൂത്തിലും ധർമ്മവിരുദ്ധമായി വിഗ്രഹാരാധനയിലും നടന്ന ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ച് കാലം പോക്കിയത് വായിച്ചതും മതി. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ എങ്ങനായിരുന്നെന്ന ഈ വാക്യത്തിലൊക്കെ തെളിയുന്നത്. ഒരു കാലത്ത് ദൈവത്തെ അറിയാതെ ജീവിച്ചവരാ ഞാനും നിങ്ങളും. ഏത് ദൈവത്തെ? സത്യദൈവത്തെ. എന്നാൽ യേശു ഉള്ളത്തിൽ വന്ന് രക്ഷാനിർണയം പ്രാപിച്ച് സത്യസുവിശേഷം കേട്ടപ്പോ മനസ്സിലായി നാം എത്തേണ്ടടുത്ത് എത്തി. ലോകത്തിലുള്ള എല്ലാവരും ദൈവത്തെ വിളിക്കുന്നവരാ, ഇല്ലേ? എല്ലാവരും ദൈവത്തെ വിളിക്കുന്നവരാ. ഹൈന്ദവ സ്നേഹിതന്മാരും ദൈവത്തെ വിളിക്കുന്നവരാ. മുസ്ലിം സഹോദരങ്ങളും ദൈവത്തെയായി വിളിക്കുന്നത്. നാമധേയ ക്രൈസ്തവരും ദൈവത്തെയാ വിളിക്കുന്നത്. എല്ലാവരും ദൈവഭക്തിയുള്ളവരാ. എല്ലാവരും ഭക്തിയുള്ളവരാ, ദൈവഭക്തി. ഒരു കാലത്ത് ഞാനും നിങ്ങളും എല്ലാം അങ്ങനെ ഭക്തിയോടെ ജീവിച്ചവരാ. ക്ഷേത്രത്തിൽ പോകുന്ന മാന്യ സഹോദരന്മാര് ദൈവത്തെയാ വിളിക്കുന്നത്. പണ്ട് മലയ്ക്ക് പോകുമ്പോ ചൊല്ലുമായിരുന്നു. നിങ്ങൾ ചിലരെ ചൊല്ലിട്ടുണ്ട്. അയ്യനെ നിനച്ചെന്നു വസിച്ചുടൻ പയ്യ നേരം പുലേരന്ത ശാന്തരേ ജോവിനോട് തിരിച്ചു വടക്കോട്ട് ദൈവമായുള്ളോരയ്യപ്പ ഭാഗ്യമ. അപ്പം അങ്ങനെ ചൊല്ലുന്നത്, ദൈവത്തെയായി വിളിക്കുന്നേ. അപ്പോൾ ഹൈന്ദവ സ്നേഹിതന്മാരും ദൈവത്തെയാ വിളിക്കുന്നേ. മുസ്ലിം സഹോദരന്മാരും ദൈവത്തെയാ വിളിക്കുന്നത്. നാമധേയരായ ക്രൈസ്തവരും ദൈവത്തെയാ എല്ലാവരും ദൈവത്തെ ഭജിക്കുന്നവരാ. എന്നാൽ നമുക്ക് ലഭിച്ച വിശേഷത എന്താന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിനെ ആരാധിപ്പാനും അംഗീകരിപ്പാനും സേവിപ്പാനും സ്നേഹിപ്പാനും ഭാഗ്യമുണ്ടായി. യേശുക്രിസ്തു ആരാ? മോളെ 2:11 തീത്തോസ് ഒന്നുകൂടെ വായിച്ചു. സകല മനുഷ്യർക്കും ഭാഗ്യകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും. ഞാനിങ്ങനെ ഇരുന്നാലും തെറ്റുമ്പോ എനിക്കറിയാം. പുള്ളി ഇരിപ്പായി പോയി, എന്നാ എങ്ങനെയും വായിച്ചു കൊടുക്കാം. പുള്ളി പഴയതുപോലല്ല, ഇത്ര പാറശാല വന്ന് ഇരിപ്പായി പോയി. എന്നാ ഒന്നുകൂടെ വായന. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട്. ഭാഗ്യകരമായ പ്രത്യാശ എന്തുവാ? ഭാഗ്യകരമാ. പരമൊരു ജഡജക്തരില്ല, പ്രാപ്തി തോന്നും യോഗ്യരില്ല. പരമൊരു ജഡജക്തരില്ല, പ്രാപ്തി തോന്നും യോഗ്യരില്ല. പാർത്തിൽ കുലശ്രേഷ്ഠരില്ല, പഠിച്ചൊടിച്ച് തന്നെ നിൽക്കുമ. ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമ സഭകരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമ സഭകരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. തരമെടും അലങ്കാരമില്ല, സ്ഥാനമാന ശോഭമില്ല. പരനോട് പയനമില്ല, പരിഭവിക്കില്ലോ ക്ഷമിക്ക മാത്രം. ഭാഗ്യമിത്, കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമ്മുടെ കൂടെ 1-2 സഹോദരന്മാരുണ്ട്. ഇവർക്ക് കുഴപ്പമുണ്ടെന്നല്ല, അവർക്ക് അമ്മേനെ കണക്കും നിർത്തേണ്ടതും എടുക്കേണ്ടതും ഒക്കെ അവർക്കത്. ഇവരും 2 ആഴ്ച കൂടെ വരികയാണെങ്കിൽ കാര്യം നടക്കും. പെട്ടെന്നായതുകൊണ്ട്
ചെറിയ പരുവൊക്കെയാണ് ഉണ്ട്, കുഴപ്പമില്ല. ആ അപ്പോ ഇത് ഭാഗ്യകരമായ പ്രത്യാശയാ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും ആ പദം വായിച്ചേ മോളെ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും. മഹാദൈവം ആര്? യേശു ക്രിസ്തു. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു മഹാദൈവമാണ്, യേശു ക്രിസ്തു രക്ഷിതാവാണ്. അത് നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടത്. അതുകൊണ്ടാണ് നാം ഭാഗ്യവാന്മാരായി തീർന്നത്. അപ്പൊ പണ്ട് നമുക്കിതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മളെക്കാൾ ശക്തി ഉള്ളവരെല്ലാം ദൈവമാണ് നമ്മൾ ചിന്തിച്ചു. നമ്മളെക്കാൾ ശക്തി ഇല്ലേ? അവിടെ എല്ലാം നമ്മൾ പോയി. അവിടെ ഉണ്ടായിരുന്ന ദൈവം തങ്ക എന്നാ പേര്. തള്ളക്കിച്ചിര ചുണയുള്ളത് കൊണ്ട് ദൈവമായി. ശാന്തമ്മ ദൈവമാണോ? ബാബു ദൈവത്തിന്റെ പേരാ. പേരിന് പോലും ഒരു സുഖമില്ല. ദൈവത്തിന്റെ പേര് പറയുമ്പോ ഒരു ഉണ്ടല്ലോ, ആരാ നിങ്ങളുടെ ദൈവം? ബാബു. ഓ, അതൊരു സുഖമില്ല. ഈ ബാബുവും ശാന്തമ്മയൊന്നും ദൈവമല്ല. ദൈവത്തിന്റെ സ്വഭാവ വിശേഷതയുണ്ട്. അതെന്താ? ദൈവം സർവശക്തനാ, സർവജ്ഞാനിയാ, സർവവ്യാപിയാ, സർവത്തെ സൃഷ്ടിച്ചവനാ, സർവത്തെ നിയന്ത്രിക്കുന്നവനാ, സർവത്തിന്റെ അധികാരമുള്ളവനാ, സർവത്തെയും അവൻ നിയന്ത്രിച്ചു നിർത്തുന്നവനാ. അതാ ദൈവം. ഗതിഭേദങ്ങളുടെ ആച്ഛാദനമൊന്നും ദൈവത്തിനില്ല. അടുത്ത കാലത്ത് കേട്ട് ദൈവത്തിന് പനിയാന്ന്. പനി വരുന്നാന്നോ ദൈവം? നാളെ കേട്ട കോവിഡിന്റെ സമയത്ത് ദൈവത്തിന് കോവിഡ് ആയെന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പം ദൈവത്തിന് പോസിറ്റീവ്. അയ്യോ, എന്നാ ദൈവമാണ്? ദൈവത്തിന് പോസിറ്റീവ്. പിന്നെ കുറച്ചു നാൾ കഴിയുമ്പോൾ ദൈവം മാസ്കും ഒക്കെ വെച്ചെന്ന് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. മാസ്ക് വെച്ചാന്നോ ദൈവം? പണ്ട് പേപ്പർ വായിച്ചതാ ദൈവം ഐസിയുലായെന്ന്. പേപ്പർ കണ്ടതാ. വെന്റിലേറ്റർ കയറ്റി എല്ലാരും പ്രാർത്ഥിക്കണം ദൈവത്തിന് ശ്വാസം കിട്ടുന്നില്ലെന്ന്. ഏതോ ഒരു ദൈവമാണ്. ശ്വാസം കിട്ടാത്ത ആളല്ല ദൈവം. അവിടുന്ന് അല്ലയോ ശ്വാസം തന്നത്. ഊതി മൂക്കിലോട്ട് ജീവനും തന്നു. അതികളൊടിച്ചെന്നെ കാക്കുന്നവൻ പക്ഷനാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളൊടിച്ചെന്നെ കാക്കുന്നവൻ പക്ഷനാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. ജീവനായകനെ മനുവേ ജീവനായകനെ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. ഇവിടെ വായിക്കുന്നത് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു മഹാദൈവമാണ്. ഒരു കാലത്ത് നമുക്കിത് അറിയത്തില്ലായിരുന്നു. ഇതറിയാൻ പാടില്ല എന്നതുകൊണ്ട് എവിടെല്ലാം നമ്മൾ ഓടി, എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം പ്രവർത്തിച്ചു, എന്തെല്ലാം പരിപാടികൾ ചെയ്തു. യിരെമ്യാവ് പറയാ ഒരു ഗുണവും വന്നില്ലെന്ന്. യിരെമ്യാവ് പറയാ ഒരു ഗുണവും. മീകാപ്രവചനത്തിലാന്ന് തോന്നുന്നു ഇങ്ങനെ വയ്ക്കുന്ന സകല മനുഷ്യന്റെ മുഖം വിളറിയിരിക്കുന്നെന്ന്. ഇതെല്ലാം ചെയ്തിട്ടും ഒന്നും വന്നില്ല. എന്നാൽ സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ യേശുക്രിസ്തുവിനെ അറിയുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അതാ ഇവിടെ പൗലോസ് പറഞ്ഞു, എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ, നമ്മുടെ കാര്യമാ, ദൈവത്തെ അറിയാതെ, ആ സത്യദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് കൂടെ വായിക്കോ ചേ, അടിമപ്പെട്ടിരുന്നു. ഒന്നുകൂടെ വായിച്ചേ ചേർത്ത്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർ. സ്വഭാവത്താൽ മുമ്പേ പറഞ്ഞവരാരും സ്വഭാവത്താൽ ദൈവമല്ല. ഏതാ? ശാന്തമ്മയും തങ്കയും ബാബു, ഇവരാരും സ്വഭാവത്താൽ ദൈവമല്ല.
ദൈവത്തിന്റെ പരിഭാഷയ്ക്ക് ആള്. അയ്യോ, സായിപ്പം മതാമേ തുരുതുരാന്ന് ഇംഗ്ലീഷ് പറയുമ്പോ ദൈവം കണ്ണും തള്ളി നിൽക്കുക. അപ്പൊ അടുത്ത് നിൽക്കുന്ന ആള് പറഞ്ഞു കൊടുക്കണം, ദൈവമേ അവരിന്നതാ പറഞ്ഞ്. ഓ അതാണ്. ആ ദൈവം ഇങ്ങനെ ഇരിക്കുക. ഏതാണ്ട് ഒക്കുന്നുമുണ്ട്. ഒന്നും മനസ്സിലാകുന്നില്ല. അല്ലയോ, മതാമേ സായിപ്പ് എല്ലാം തുരുതുരാന്ന് പറയുമ്പോ ദൈവം കണ്ണും തള്ളിരിക്കുക. ABCD പോലും ജോലി അറിയാൻ മേലാത്ത ദൈവം. അന്നേരം കൂടെ വന്ന പുള്ളി പറഞ്ഞു, ദൈവമേ സായിപ്പ് ഇതാ പറഞ്ഞു. ആ ഇത് സായിപ്പിനോട് പറഞ്ഞു. അങ്ങനെ ദൈവം പറഞ്ഞെല്ലാം സായിപ്പിനോട് ഇടയ്ക്ക് നിന്ന പുള്ളി ദൈവം ഇങ്ങനെ ഇരിക്കുക. ദൈവത്തിന് മഹത്വം. ഭാഷ അറിയാൻ മേലാത്ത ആളല്ല ദൈവം, അവിടുന്ന് സർവജ്ഞാനിയാണ്. ഭാഷ കൊടുത്തവനും ഭാഷ കലിക്കവനും ഇനി ഭാഷ ഒന്നാക്കുന്നവനെല്ലാം ദൈവമാണ്. ഭാഷ അറിയാൻ മേലാത്ത ആളല്ല ദൈവം. മനസ്സിലായോ? ദൈവത്തിന് മഹത്വം. ആട്ടെ, ഞാൻ അധികം വിവരിക്കുന്നില്ല. ഈ പറഞ്ഞ കക്ഷികൾ ജാന്തമ്മയും ബാബു തങ്കയും പിന്നെ ആരൊക്കെയാ? നിങ്ങളുടെ അതുപോലെയാണ്. പാപ്പച്ചനും പാപ്പി അപ്പച്ചനും ഇതൊന്നും ദൈവമല്ല. ദൈവം ഒരാളേ ഉള്ളൂ. ആ വിവരം, ആ അറിവ്, ആ ബോധം ശ്രീനാരായണ ഗുരുവിനുണ്ടായിരുന്നു. ആ നല്ല മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അങ്ങേർക്ക് വിവരം ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരെണ്ണത്തിന് വിവരം വെക്കുന്നില്ലല്ലോ എന്നാ. ഒരു ദൈവം. യാക്കോബിന്റെ ലേഖനത്തിൽ അങ്ങനെ ദൈവം ഒരുവനാ, പിശാചുക്കൾ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുക. ഏകദൈവം. അപ്പൊ നമുക്ക് ആ വിഷയം വിട്ടേക്കാം. അപ്പൊ ഒരു കാലത്ത് നമുക്കിത് അറിയത്തില്ലായിരുന്നു. അതാ അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. അടുത്തത് ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിന്നെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഭർത്താവ് വേണ്ട വിധത്തിൽ അറിയത്തില്ലെങ്കിലും അറിയുന്ന നല്ല ഒരു ദൈവമുണ്ട്. ഭാര്യ വേണ്ട വിധത്തിൽ അറിയത്തില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവമുണ്ട്. മാതാപിതാക്കളും മക്കളും എല്ലാം വേണ്ട വിധത്തിൽ നമ്മെ അറിയത്തില്ലെങ്കിലും പ്രിയരെ നമ്മളെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. അങ്ങനെ ദൈവം അറിഞ്ഞിരിക്കുക. നിങ്ങള് ബലഹീനവും ദരിദ്രമായ പഴയതിലോട്ടൊന്നും ഇനി പോകരുത് കേട്ടോ. വിട്ടു പോണതിലോട്ടൊന്നും ഇനി പോകരുത്. അതൊക്കെ കൺവെൻഷൻ ആയതുകൊണ്ടെല്ലാം തെളിച്ച് പറയാൻ ഒക്കത്തില്ല. എന്നതൊക്കെയാ വിട്ടത്, ഇപ്പൊ അങ്ങോട്ട് പോകുന്നുണ്ടോ, ഇതൊന്നും ഇത് കൺവെൻഷൻ ആയതുകൊണ്ട് ഒക്കത്തില്ല. ദൈവത്തിന് മഹത്വം. ആ പഴയ ചില കാര്യങ്ങളുണ്ട്, അതിലോട്ടൊന്നും ഇനിയും പോകരുത്. നാം ദൈവമക്കളാണ്. സകലതും പുതിയതാക്കിയിരിക്കുകയാണ്. നമുക്ക് ആ വിഷയം എടുത്ത ഭാഗത്തേക്ക് വരണമല്ലോ. അപ്പോൾ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ട? സകല ജാതികളും കേൾക്കണം. എന്തുവാ സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് രക്ഷയ്ക്ക് ഉതകുന്ന മാർഗം, രക്ഷിക്കുന്ന മാർഗം. രണ്ട്, സമാധാനം തരുന്നതാ. മൂന്ന്, പ്രത്യാശ നൽകുന്നതാ. സ്തോത്രം. അടുത്തത്, സുവിശേഷം കേട്ടാൽ എന്ത് സംഭവിക്കും? എല്ലാരും കേൾക്കണം. ഒന്ന്, സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. മർക്കോസ് 1:14-15 വായിച്ചു. ഇനിയും ദീർഘമാക്കുന്നില്ല, ഓടിച്ചങ്ങ് പോകുക. അറിവുള്ള കാര്യമാണ്. എന്നാൽ യോഹന്നാൻ ചത്തുപോയോ? എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട്. അപ്പോൾ സുവിശേഷം ശരിക്കും പറഞ്ഞാൽ മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം ഉണ്ടാകണം. ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ ആ കേൾക്കുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകണം. എന്തുവാ മാനസാന്തരം? തിരിഞ്ഞു വരണം. നേരത്തെ ചെയ്തത്, പ്രവർത്തിച്ചത്, ആമേൻ കാണിച്ചത് അതെല്ലാം വിട്ടേച്ച് തിരിഞ്ഞു വരണം. അതാ സുവിശേഷം കേട്ട മാനസാന്തരം. മാനസാന്തരത്തിന് ഏറ്റവും നല്ല
ഉദാഹരണം സക്കായിയുടെ മാനസാന്തരമാണ്. യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ മുന്നോട്ട് ഓടി ഒരു കാട്ടത്തിയുടെ മേളിൽ കയറിയിരുന്നു. എങ്ങനെയുള്ളവനെന്ന് കാണാൻ ഈ സക്കായി കേട്ടു, യേശുവിനെ പറ്റി കേട്ടു, പക്ഷെ കണ്ടിട്ടില്ല. നീളക്കുറവാണ്, ശരിക്ക് കാണാനൊക്കുന്നില്ല. അപ്പൊ പുള്ളിക്കൊരാഗ്രഹം എങ്ങനെയുണ്ടെന്നൊന്ന് കാണണം. യേശുവിനെ പറ്റി കേട്ടു. അപ്പം യേശുവിനെ പറ്റി കേട്ടത് എന്റെ ഭാവന അങ്ങ് പറയുക, തെറ്റാന്നെ അങ്ങ് ക്ഷമിച്ചു തരും. പുള്ളി കേട്ടു. അപ്പോ ഒരാൾ പറഞ്ഞു 30 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, നല്ല മിടുമിടുക്കനാന്ന് പറഞ്ഞു. കാണാൻ 30 വയസ്സ് 30 വയസ്സ് കഴിഞ്ഞു, പക്ഷെ നല്ല മിടുക്കനാ. ആ മുഖത്തോട്ട് നോക്കിയാൽ നമ്മൾ കണ്ണ് പറിക്കുകയല്ലെന്ന് പറഞ്ഞു. അതിനാ കുട്ടി ഇന്നാള് പള്ളി വന്ന് പള്ളിയിരുന്ന മുഴുവൻ ആൾക്കാരുടെയും കണ്ണ് നമ്മളെ ഒന്ന് കണ്ടേച്ച് പിന്നെ നോക്ക് പോലും ഇല്ല. നമ്മുടെ ഇരിപ്പ് കണ്ടാൽ നോക്കാനേ തോന്നുകയല്ല. വന്ന് ചുമ്മാ വന്ന് മെനക്കാടായിട്ടിരിക്കുന്നതൊക്കെ കണ്ട ഒന്നേ നോക്കുള്ളൂ, നോക്കിയല്ലോ എന്നായി പോകും. എന്നാൽ യേശുവിന്റെ മുഖത്തോട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ണ് പറിക്കൽ അത്രയ്ക്ക് സൗന്ദര്യമാണ് ആണെന്ന്. അലങ്കാര ഭാഷയിലാണെങ്കിലും ശൂലേമി തന്റെ പ്രാണപ്രിയനെ പറ്റി ഇങ്ങനെ പാടി. അവള് നേരിട്ട് കണ്ടിട്ടില്ല, അമ്മയുടെ കൊടുത്ത അവളങ്ങ് പോയല്ലോ. അവനങ്ങ് പോയി. അമ്മയാ വളർത്തിയത്. വളർത്തി അമ്മ, എന്റെ ഭാഷ പറഞ്ഞ ചൊല്ലും ചോറും കൊടുത്ത് ശൂലേമിയെ വളർത്തി. അവള് മിടുമിടുക്കി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അമ്മ പറഞ്ഞു കൊടുക്കും, നിന്നെ ഇങ്ങനെ അമ്മ പ്രസവിച്ച് നാരകത്തിന്റെ ചോട്ടിൽ ഇട്ടതാ, ആരും ഇല്ലായിരുന്നു. അപ്പം അവനെ ആടിനെ തീറ്റാൻ പോയപ്പം നിന്നെ കണ്ട് കോരി എടുത്തുകൊണ്ട് വന്ന് തന്നതാ. നീ അന്ന് മലക്കക്കിടക്കെ കിടക്ക ചോരയാ. തന്നേച്ച് അവനങ്ങ് പോയി ആടിനെ മേയ്ക്കാൻ. എന്നോട് തന്നേച്ച് പറഞ്ഞു, വളർത്തി വലുതാക്കണം, മിടുക്കിയായി, സുന്ദരിയായി, സുമുഖിയായി, മിടുമിടുക്കിയായി, കാണാൻ കൊള്ളാവുന്നവളാകുമ്പോ ഞാൻ തിരിച്ചു വന്ന് കല്യാണം കഴിച്ചോണ്ട് പൊക്കോളാന്ന്. ആരോട് പറയാൻ? എന്നിട്ട് ലവനങ്ങ് ഗിലിയാദ് മലഞ്ചെരിവ് കൂടെ കയറി ആടിനെ, ചെമ്മരിയാടും കോലാടും ഒക്കെ അതിനെ തീറ്റി അങ്ങ് പോകുക. ഞാൻ പാട്ട് പാടട്ടെ. ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർതിരിയും, ചെല്ലും നിത്യത മണവാട്ടിയും യുഗയുഗവാണിടുവാ. ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർതിരിയും. ഞാന് പാടുന്ന സ്പീഡ് വരണം. ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർതിരിയും, ചെല്ലും നിത്യത മണവാട്ടിയും യുഗയുഗവാണിടുവാ. പുതുയുഗ പുലരിയും പുതുഗാനത്തിൽ ഈരടി കേൾക്കാറാ. അപ്പൊ ശ്രദ്ധിക്കുക, ചെമ്മരിയാടും കോലാടും ഇതിനെയൊക്കെ മേയിച്ച് അങ്ങ് കൊണ്ടുപോവുക. നിങ്ങള് നിൽക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഇനിയുണ്ട്. അപ്പം അമ്മ ഈ പെൺകുട്ടിയോട് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എടീ, നിന്നെ രക്ഷിച്ച പയ്യൻ ഇങ്ങനെ മിടുക്കനാ, സുന്ദരനാ. അപ്പൊ ഈ പറഞ്ഞുള്ള അറിവും കേട്ടുള്ള അറിവും വെച്ച് ഇവളിങ്ങനെ ഈ ഇടയച്ചെറുക്കനെ പറ്റി പാടി പറഞ്ഞ് പുലമ്പിയിരിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ആ ശലോമോൻ ഇവളെ പിടിച്ചോണ്ട് പോയി അവന്റെ കൊട്ടാരത്തിൽ കൊണ്ടിട്ട് ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ അവിടുത്തെ കുറെ പെണ്ണുങ്ങളുണ്ട്, എല്ലാം പരുവക്കേടുകാരികളാണ്. പോട്ടെ. ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ വന്ന് ശൂലേമയുടെ ചുറ്റുവരുന്ന് ചോദിച്ചു, നീ ആരെയും പറ്റിയായി പാടുകയും പറയുകയൊക്കെ ചെയ്ത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അവള് പറഞ്ഞു, എന്നെ വീണ്ടെടുത്തൊരു ഇടയച്ചെറുക്കനുണ്ട്, എന്നെ രക്ഷിച്ച ഇടയച്ചെറുക്കനുണ്ട്, അവനാണ് എന്റെ പ്രാണപ്രിയൻ. അപ്പൊ ഇവരിൽ പെണ്ണുങ്ങളെല്ലാം കൂടെ ചോദിച്ചു, നിന്റെ പ്രിയനും മറ്റു പ്രിയന്മാരെക്കാൾ? അവള് പറഞ്ഞു, വിശേഷത ഉണ്ടെങ്കിൽ അവനേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ ഈ പെണ്ണുങ്ങൾ പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ ശലോമോന്റെ വിശേഷതയൊക്കെ വന്നു. ശലോമോന്റെ വിചാരിതൊന്നും പറയാതിരിക്കുന്നതാ? പറയണോ? ഒന്നും മിണ്ടാതിരിക്കുന്ന നല്ലത്, പരുവക്കേടായി. അപ്പം എന്റെ പ്രിയനോ വെണ്മയും ചുമപ്പുമുള്ളവൻ, അവൻ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ. മോളെ 9-ാം വാക്യം മുതൽ വായിച്ചു. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് നീ ഇരുന്ന് ആണയിടേണ്ടതിന് നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? എന്റെ പ്രിയൻ. അപ്പൊ അവള് മറുപടി പറയാ, എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവന്റെ
കുറുനിരകൾ നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയ നെന്തു വിശേഷത ഉള്ളൂ. നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയ നെന്തു വിശേഷതയുള്ളൂ. ആയിരം പത്താളെ നോക്ക ആദിലേശു മുഖ്യനായി ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുത്തെ വിശേഷത ഏറ്റവും ശ്രേഷ്ഠമാണ്. ആ 5-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകൾ വായിക്കുമ്പോൾ അംഗപ്രത്യംഗ വർണ്ണന അങ്ങോട്ട് വിവരിച്ചിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ സക്കായി ഇവൻ എങ്ങനെയുള്ളവനെന്ന് കാണണം. കേട്ടിട്ടുണ്ട് സൗന്ദര്യം ഉണ്ടെന്ന്. പള്ളിയിൽ ഇരുന്ന എല്ലാവരുടെയും കണ്ണ് അവന്റെ മേൽ പതിഞ്ഞു. കണ്ണ് ചിമ്മുന്നുമില്ല, അശ്രദ്ധയോടിരിക്കുന്നില്ല. ഇങ്ങനെ നോക്കാണ്. വായിന്ന് വരുന്നതും അതുപോലെ തരാം. ലാവണ്യമാക്കാം, അല്ല നിന്നെ സംഹരിക്കും, നിന്നെ അങ്ങനെയാണോ നിൽക്കുന്നത്? യേശുവിന്റെ കയ്യിൽ ഒരു വലിയ കൊടുവാണ്, അങ്ങനെയാണോ യേശു നിൽക്കുന്നത്? അയ്യോ, വായിന്ന് വരുന്നതെല്ലാം ലാവണ്യമാക്കാം. ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ സൗഖ്യമാക്കും, ഞാൻ നിനക്ക് സമാധാനം തരും, ഞാൻ നിന്നെ രക്ഷിക്കും. പൊക്കോ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുന്നു, സമാധാനത്തോടെ പൊക്കോ. സ്ത്രീയെ, നിന്നെ ആരും വിധിച്ചില്ലേ? ഇല്ല ഗുരു. ഇനി പാപം ചെയ്യരുത്, പോ. ഇതൊക്കെയാ അവിടുന്ന് വരുന്നത്. സ്തോത്രം. വായിന്ന് വരുന്നതെല്ലാം ലാവണ്യമാക്കാം, മുഖത്തിൽ നിന്ന് നോക്കിയാൽ കണ്ണും പറിക്കുകയല്ല. കേരളത്തിലൊരു പഴയ പാട്ടുകാരൻ അപ്പച്ചനുണ്ടായിരുന്നു, മരിച്ചുപോയി. പേരുശ്ശേരി മത്തായിച്ചനെ മുഖത്തോട്ട് നോക്കിയ ഒരു വരി എഴുതി: കോടി സൂര്യ പ്രഭയറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ. അപ്പോൾ ആ മുഖത്തേക്ക് നോക്കിയിട്ട് കോടി സൂര്യപ്രഭ മുഖത്തോട്ട് നോക്കിയാൽ കണ്ണ് പറക്കുകയല്ല. ഇത്രയ്ക്ക് സൗന്ദര്യമാണ്. മുമ്പ് ഇവിടെ ആരോ പാട്ട് പാടിയല്ലോ, മേലുള്ള റോഷിലെ. ആരാ പാടിയ? ഉള്ള കുഴപ്പമില്ല. അതിനകത്ത് ഒരു വരിയുണ്ട്. സാറ് ആ മുഖത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ എഴുതിയത്: നിൻമുഖത്തു നിന്നു തൂകും നന്മ പൂരത്തിൽ അമ്പേ മുങ്ങിലേക്കുന്നു ദിവ്യ ജ്ഞാനികൾ. നിന്റെ നന്മൊഴി കരികണയും അതിനൊരു നവ്യമയസയൻസുമില്ല, സമ്മതിക്കും നഗ്നരല്ല പ്രാണികൾ. ഉണ്മയറിയുന്നതില്ലേ മാനികൾ. ആ മുഖത്തോട്ട് നോക്കിയപ്പോൾ മുഖത്തിൽ നിന്ന് തേൻ ഇറ്റിച്ച് വീടുന്നു. നിൻ മുഖത്ത് നിന്ന് തൂകും നന്മ പുരത്തിൽ അമ്പേ. ആ മുഖത്തോട്ട് നോക്കിയപ്പോൾ തേൻ ഇറ്റിറ്റ് വീടുന്നു. തേൻ ഇറ്റിറ്റ് വീണ ആരും എഴുന്നേറ്റ് പോവോ? അവിടെ ഇരിക്കും. അവിടുത്തെ മുഖത്തിൽ നിന്ന് തേൻ ഇറ്റിറ്റ് വീടുന്നു. വായിന്ന് ലാവണ്യവാക്കം വരുന്നു. മാത്രമാണോ 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. എന്തോ സൗന്ദര്യമാണ്, ഭയങ്കര സൗന്ദര്യം. അവിടെ ഞാൻ അധികം വിവരിക്കുന്നില്ല. ആ ദേഹത്ത് തൊട്ടാൽ രോഗശാന്തി, ദേഹത്ത് തൊട്ടാൽ രോഗശാന്തി. അദ്ദേഹം വന്നൊരു മഞ്ചത്തെ തൊട്ടപ്പം ചത്ത ഇറക്കം ചാടി എഴുന്നേക്കുകയും ചെയ്തു. അത്രയ്ക്ക് ശ്രേഷ്ഠനായ യേശു. ഒരു കൂനിത്തള്ള ഉണ്ടായിരുന്നു 18 വർഷമായിട്ട്. ജമ്മിയിലിരിക്കുമ്പോ അല്ല നല്ല ഇരിക്കുന്നത്. അല്ല, കൂനിയമ്മ. യേശു അങ്ങോട്ട് ചെന്ന് വെച്ച് പറഞ്ഞു, അമ്മേ ബന്ധനം അടിച്ചെന്ന് പറഞ്ഞു. നല്ലതല്ല, കമ്പിവടി പോലെ ആണെന്ന് പോവാ. അതാ യേശു. പർവ്വത പ്രസംഗം കഴിഞ്ഞ് മലയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോ ഒരു കുഷ്ഠരോഗി പറഞ്ഞു, ഗുരു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണം. എന്നോട് ആർക്കും മനസ്സില്ല.
അവന്റെ ഹൃദയവേദന കണ്ട് യേശു കൈ നീട്ടി തൊട്ടു, അന്നേരം ശുദ്ധമായി. പക്ഷപാതക്കാരൻ 38, പഴയ ആളാ 38കാരൻ, എഴുതിന്റെ കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. അന്നേരം പുള്ളി പോയെന്നുള്ളതാണ്. അതാ യേശു. അപ്പൊ ഇത് സക്കായി കേട്ടു. അപ്പൊ സക്കായിക്ക് ഒരു ആഗ്രഹം എങ്ങനെയുള്ളവനെന്നൊന്ന് കാണും. പുള്ളി മുന്നോട്ട് ഓടി ഒരു കാട്ടത്തിയുടെ മേളിൽ കയറിയിരുന്നു. യേശു നടന്നിങ്ങോട്ട് വന്ന അത്തിയുടെ കീഴിൽ വന്നിച്ച് പുള്ളി യേശു മേളിലോട്ട് നോക്കി വെച്ചു കഴിഞ്ഞാൽ ഉരുണ്ട് വീഴാതെ ഇറങ്ങി വരാൻ പറഞ്ഞു. ഉരുണ്ട് വീഴരുതെന്ന് എഴുതിയിട്ടില്ല, ഞാനൊക്കെ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഈ വെപ്രാളമാകുമ്പോൾ ചിലപ്പോൾ ഉരുണ്ട് വീഴാൻ സാധ്യത, ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ അത്തിയുടെ മേളിൽ കയറിയിരിക്കുക, ആരും കാണരുതെന്നും പറഞ്ഞിരിക്കുക. യോ അക്കനിയാലിക്കൊത്ത കണ്ണുള്ളവൻ താഴെ വന്ന് നിൽക്കുന്നത്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കൂടെ ഊളികിട്ട് പോയ മത്സ്യത്തിന്റെ ഉദരത്തിൽ മറഞ്ഞിരുന്ന ചതുർദ്രമ കണ്ടവനാ കർത്താവ്. എന്നാണ് നീ അത്തിയുടെ മേളിൽ കയറിയതിനെ കാണാതെ? എവിടെ ഇരുന്നാലും യേശു കാണും. യവന് അത്തിയുടെ മേളിൽ ഇരിക്കുക, യേശു താഴെ ചെന്ന് പറഞ്ഞ് ഇനി വരാൻ പറഞ്ഞു. വേറെത്തിനാന്നെ അത്തിയുടെ കീഴിലിരിക്കുക അല്ലേ? അവനെ ഒരു എന്ന് പറഞ്ഞ എനിക്ക് നിന്നെ അറിയാന്ന് പറഞ്ഞു. അയ്യോ ഇപ്പം നീ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോ ഞാൻ നിന്നെ, അപ്പം അത്തിയുടെ മേളിൽ ഇരുന്നാലും കാണും. പിന്നെ ചരിത്രം പറയുന്നത് ഈ ആദി മാതാവും പിതാവുമാകുന്ന ആദമും ഹവ്വായും പാപം ചെയ്തിട്ട് അത്തിക്ക് മറഞ്ഞിരുന്നെന്നാ പറയുന്നത്. അത്തിക്ക് അവിടെ എഴുതിയിട്ടില്ലെങ്കിലും അത്തിയാകാനാ സാധ്യത. കാരണം ഈ തള്ള അത്തിയില കൊണ്ടാ ഇത് കൂട്ടിത്തുന്നിയത്. അപ്പം മിക്കവാറും അതിന് മറഞ്ഞിരിക്കാനാ അല്ലേ? അത്തിയല. അമ്മാമ്മയ്ക്കൊരു മിടിയും അച്ഛനൊരു ബർമുടയൊക്കെ തയ്പ്പിച്ച് പാപം ചെയ്ത് വെച്ച് രണ്ടും കൂടെ വെളുപ്പിനെ നടക്കുക. അപ്പം അത്തിക്ക് മറഞ്ഞിരിക്കാനാ സാധ്യത. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്തിക്ക് മറഞ്ഞിരുന്ന കർത്താവ് നിന്നെ കാണും. അത്തിയുടെ മേളിൽ ഇരുന്നാലും യേശു നിന്നെ കാണും. അത്തിയുടെ കീഴിലിരുന്നാലും വേറെത്തിനെ പോയി സാമാനങ്ങളുടെ ഇടയിൽ പോയി ഇറങ്ങിയിരിക്കുക. സാമാനങ്ങൾ ഇഞ്ഞു വരാൻ പറഞ്ഞു. അവനെയും പിടിച്ച് ഒരു തള്ളയാന്നെ അകത്തിരുന്ന് ചിരിച്ചു. അപ്പം കർത്താവ് ചോദിച്ചു, സാറാ എന്തിനാ ചിരിച്ചത്? ചിരിച്ചല്ല, പക്ഷെ പല്ല് പൊങ്ങിയത് കൊണ്ട് തോന്നിയതാണ്. ദൈവം തമ്പുരാന് പല്ല് പൊങ്ങിയാലും അറിയാം, ചിരിച്ചാലും അറിയാം. അതൊക്കെ ദൈവത്തിനൊന്നും മണമല്ല. നീ ചിരിച്ചത് കൊണ്ട് സൂക്ഷം അടുത്താണ്ടി ഒരു കൊച്ചിനെ പാല് കൊടുക്കുമെന്ന് പറഞ്ഞു. അള്ളയുടെ അകവാള് വിട്ടിപ്പോയി. സ്തോത്രം. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ലെന്ന്. എവിടെ ഇരുന്നാലും ചിലപ്പം മതിലിന്റെ സൈഡിലായിരിക്കും, വെളിയിലായിരിക്കും, റോഡിലായിരിക്കും, വഴിത്തലക്കിലായിരിക്കും. മറി ഇവിടെ യോഗത്തിന് വന്ന 3-4 പേര് വേണ്ട അവിടെ ഇരിക്കുക. ഇങ്ങോട്ട് നിങ്ങൾ വരുന്നില്ല, പരുവക്കാടാന്ന് തോന്നുന്നു. വയ്യെന്ന് തോന്നുന്നു. വയ്യാഴിയായിരിക്കല്ലേ, മണപ്പം മുതല നിങ്ങൾ അവിടെ ഇരിക്കുക. എന്നാലും അവിടെയും ഇരിക്കുന്നല്ലോ. എവിടെ ഇരുന്നാലും വെള്ളം കർത്താവ് തന്നെ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണ. ഓ ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം. ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ. അറിയും തബലയായിട്ട് അങ്ങോട്ട് ഒത്തു വരുന്നില്ല എനിക്ക്. അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം കർത്താവ് അറിയുന്നുണ്ട്. സ്തോത്രം. ഹൃദയത്തിലെ നിരൂപണവും അവിടുന്ന് ദൂരത്ത് നിന്ന് അറിയുക. ഇന്ന് രാത്രി നമ്മളെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അത്തിയുടെ മേളിൽ ഇരുന്നാലും ദൈവം നിന്നെ അറിയും, അത്തിയുടെ കീഴിലിരുന്നാലും നിന്നെ അറിയും, അത്തിക്ക് മറഞ്ഞിരുന്നാലും അറിയും, സാമാനങ്ങളുടെ ഇടയിൽ പോയി ഇരുന്നാലും അറിയും. നിന്നെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് മഹത്വം. നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവം. അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, സക്കായി എങ്ങനെയുള്ളവനെന്ന് അറിയാൻ ഓടിക്കേറി. കർത്താവ് അവിടെ വന്നിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി നിന്റെ വീട്ടിലാന്ന് പറഞ്ഞു. ഇന്ന് രാത്രി നിന്റെ വീട്ടിലാണ്. സക്കായിയുടെ മാനസാന്തരം നിങ്ങൾക്ക് അറിയാം. യേശു വീട്ടിൽ വന്നപ്പോഴെ പറഞ്ഞു, ഗുരു പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു.
ആരോടെങ്കിലും വല്ലതും ചതിവായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതാ മാനസാന്തരം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയാം, അന്യന്റെ ഒന്നും നിന്റെ കൈവശം കാണരുത്. കൈവെടിപ്പായിരിക്കണം. ചേട്ടനോ അനിയനോ ചേട്ടത്തിക്കോ അനിയത്തിക്കോ അപ്പനോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതൊന്നും അടിച്ചു മാറ്റരുത്. കള്ളയാധാരം ഉണ്ടാക്കരുത്. അപ്പം ജാഗാറായി കിടന്നപ്പോ ഇങ്ങനെ ചരിഞ്ഞു കിടന്നപ്പോ കുറുക്ക് കൊടുത്ത കൂട്ടത്തിൽ തള്ളവരെ പിടിച്ച് അവരാ നമുക്ക് അതിന് പോയി കള്ളയാധാരം ഉണ്ടാക്കി. ശുഭം വരത്തില്ല. കൈവെടിപ്പായിരിക്കണം. ആരെയും ചതിക്കരുത്, ആരെയും വഞ്ചിക്കരുത്. മറ്റൊരുത്തന്റെ 1 രൂപ പോലും നീതിക്ക് നിരക്കാത്ത നിന്റെ കൈവശം കാണരുത്. കൈവെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. കൈവെടിപ്പായിരിക്കണം. ദൈവത്തിന് മഹത്വം. വെടിപ്പായിരിക്കണം കയ്യ്. അതാണ് മാനസാന്തരം. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം കേട്ടാൽ എന്തോ സംഭവിക്കും. 1, മാനസാന്തരം ഉണ്ടാകും. 2, സുവിശേഷം കേട്ടാൽ എന്തോ സംഭവിക്കും. ഓടിച്ചു പറയാം, സ്നാനം നടക്കും. ഷണ്ണൻ യെരൂശലേം ദേവാലയത്തിൽ പോയിട്ട് തിരിച്ചു വരിക. തേരിനകത്ത് തിരിച്ചു വരുമ്പോൾ തിരുവെടുത്ത് വായിച്ചോണ്ടാ വരുന്നത്. അപ്പോൾ പീലിപ്പോസ് ശമരിയിൽ ശുശ്രൂഷ ചെയ്യുക. പീലിപ്പോസിനോട് ദൈവാത്മാ പറഞ്ഞു, നീ ഗസയ്ക്കുള്ള നിർജ്ജന സ്ഥലത്തേക്ക് പോകണം. പീലിപ്പോസ് ഓടി. അപ്പൊ രഥം വരുന്നു. ചേർന്ന് നടക്കാൻ പറഞ്ഞു, ചേർന്ന് കിടന്നു. കയറിയിരിക്കാൻ പറഞ്ഞു, കയറിയിരുന്നു. അപ്പോൾ ഷണ്ണനോട് ചോദിച്ചു, എന്തുവാ എടുക്കുന്നത്? വായിക്കുന്നു. എന്തുവാ? തിരുവെടുത്ത്. ഏത് ഭാഗം? യെശയ്യാവ്. ഏത് ഭാഗമാ? 53. ഏതാ വാക്യം പറ. അറുക്കാനുള്ള ആടിനെ പോലെ എന്നെ എണ്ണുന്നു. അപ്പൊ ചോദിച്ചു, വായിക്കുന്നത് ഗ്രഹിക്കുന്നു? ഷണ്ണൻ പറഞ്ഞു, ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? അപ്പോൾ പീലിപ്പോസ് ഈ തിരുവെടുത്ത് ആധാരമാക്കി അവരുടെ സുവിശേഷം പറഞ്ഞെന്ന മോളെ 35-ാമത്തെ വാക്യം വായിച്ചേ. ഫിലിപ്പോസ് ഈ തിരുവെടുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ. അപ്പോൾ ശരിക്കും സുവിശേഷം അറിയിച്ചു. അങ്ങനെ സുവിശേഷം അറിയിച്ച് പീലിപ്പോസ് സുവിശേഷം അറിയിക്കുന്നു. ഷണ്ണൻ തിരുവെടുത്ത് വായിക്കുന്നു, വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും പോയി അടുത്ത വാക്യം. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ. ഇങ്ങനെ ഒന്നുകൂടെ പദം വായിച്ച്. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ. എങ്ങനെ വഴി പോകുമ്പം? ഇങ്ങനെ വഴി. രണ്ടുപേരും രഥത്തിനകത്താ, തേരില്ല. ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞ പീലിപ്പോച്ചൻ യേശുവിനെ പറ്റി സുവിശേഷം പറയുന്നു. ഷണ്ണൻ ഇത് ശ്രദ്ധിച്ച് കേൾക്കുന്നു. അതാ ഇങ്ങനെ. യേശു പാപികളെ രക്ഷിക്കും. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കും. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകും. യേശുക്രിസ്തുവിൽ കൂടി രക്ഷ, മറ്റൊരുത്തനും രക്ഷയില്ല. ഇതാ ഇങ്ങനെ പറയുക. ആ സുവിശേഷം ഇങ്ങനെ പറഞ്ഞ് വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ വായിച്ചേ. വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ടൻ പുള്ളി പീലിപ്പോസിനെ എടുത്ത് വെള്ളത്തിലിട്ടെന്നല്ല. വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോൾ ഇതാ വെള്ളം. ഷണ്ണൻ പീലിപ്പോസ് ഉപദേശിയോട് പറയാ, ഉപദേശി വെള്ളം തന്നെ. അതിന് നിനക്ക് കുളിക്കണോ? അല്ല, ദാഹിക്കുന്നു. എനിക്ക് ഞാൻ സ്നാനമേൽക്കണം എനിക്ക്. അപ്പൊ ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനമുണ്ട്. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല. അതിന് വേറെ സോപ്പും മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്, ലോഷനുമൊക്കെ ഉണ്ട്. സ്നാനം ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല. സ്നാനം ഈ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനല്ല. സ്നാനമോ യേശുക്രിസ്തുവിനോട് ചേരുവാനാ, യേശുവിനെ ധരിക്കാനാ. അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. അതുകൊണ്ട് കർക്കശമായി സ്നാനപ്പെട്ടേ ഒക്കൂ. ഇത് പെന്തിക്കോസുകാർ കണ്ടുപിടിച്ചു ഒന്നുമല്ല. ചില ആൾക്കാർ ധരിച്ചു വച്ചേക്കുന്ന പെന്തിക്കോസുകാരൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ സ്നാനത്തെ പറ്റി പ്രമാണം പുസ്തകത്തിലുണ്ട്. പെന്തിക്കോസുകാര് കൂടി വന്നാ ഉണ്ടായതൊരു, എന്റെ ഭാഷയിൽ അങ്ങ് പറയാ, 2000 കൊല്ലം ആയുള്ളൂ. 2000 കൊല്ലം കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ തർക്കമാ. അത് വെച്ചാ ഞാനീ പറഞ്ഞേ.
പിന്നെ കേരളത്തില് വന്നിട്ട് ഒരു 125 കൊല്ലമായുള്ളൂ. എത്ര ആയുള്ളൂ? അതാ കാഞ്ഞംകുളത്തിലെ ഉണ്ണുണ്ണി സാർ വന്നതാ. ആ ഏ ആ അത് ഉണ്ണുണ്ണി സാർ അവിടെ വന്ന് പരിണയത്ത് വന്ന് അഭിഷേകം പ്രാർത്ഥിച്ചു പോയതാ പൂവാറിനടുത്ത്. കാഞ്ഞിരംകുളം കഴിഞ്ഞങ്ങോട്ട് ചെല്ലുമ്പോ പരിണയം, അത് കഴിഞ്ഞ് പൂവാറ്. അപ്പൊ പെന്തിക്കോസുകാര് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ട് 150 വർഷമായില്ല. പെന്തിക്കോസുകാരൊക്കെ വരുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് ആ സ്നാനത്തെ പറ്റി എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ചൊല്ലി വെക്കാടി അതപ്പെടാന്ന് ഉണ്ട്, കൊള്ളാം. പത്രോസിന്റെ ലേഖനമൊക്കെ നിങ്ങൾ പഠിച്ചാൽ നോഹ സ്നാനപ്പെട്ട ചരിത്രമാണ് എഴുതിയേക്കുന്നത്. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേര് അത് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അടുത്ത പദം സ്നാനത്തിനൊരു മുൻകുറിയാണ്. അപ്പൊ നോഹയുടെ കാലം മുതലേ സ്നാനമുണ്ട്, അല്ലാതെ ബന്ധുക്കോസുകാരിപ്പം ഒപ്പിച്ച വിനയൊന്നും അല്ല. ചെല്ല് ധരിച്ചു വയ്ക്കുന്ന ബന്ധുക്കോസുകാർ ഉപദേശിമാർ ഒപ്പിച്ച വിനകൃതിയാ. അല്ലല്ല, നോഹ കുടുംബവും അന്ന് മുതലേ സ്നാനമാണ്. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപയുണ്ടായി. നോഹയോട് ദൈവം പറഞ്ഞു, വെള്ളപ്പൊക്കം വരാൻ പോവാ, നീ പ്രസംഗിക്കണം, പെട്ടകത്തിനകത്ത് കയറണം, ആൾക്കാരെ ഇതിനകത്ത് കയറ്റണം, പകലെല്ലാം പ്രസംഗിച്ചോണം. നോഹ പകല് മുഴുവൻ പ്രസംഗിച്ചു. പ്രസംഗത്തിന്റെ ആകെ തുക ഇതാ: വെള്ളപ്പൊക്കം വരാൻ പോവുക, വെള്ളം കുടിച്ച് ആകാതിരിക്കാൻ ഇവിടെ ഒരു പെട്ടകം ഉണ്ടാക്കുന്നുണ്ട്, പെട്ടകത്തിനകത്ത് കയറണം. 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും 3 തട്ടും ഒറ്റ വാതിലും പല കോഷ്ടങ്ങളും ഒക്കെയാ ഈ പെട്ടകത്തിന്റെ കണക്ക്. സർജരസ ചാന്ത് കൊണ്ടൊക്കെ ഇത് ക്രമപ്പെടുത്തിയത്. നോഹ പ്രസംഗിച്ചിട്ട് ഒരു കുഞ്ഞുങ്ങൾ പോലും ഇതിനകത്ത് കയറുന്നില്ല, രക്ഷപ്പെടാൻ താല്പര്യമില്ല. അവ നാട്ടുകാരെല്ലാം പുള്ളിയെ നോക്കി വെച്ച് പറഞ്ഞ് തലയ്ക്ക് ഓളമാന്ന് പറഞ്ഞു. പിള്ളേര് തന്തതള്ളമാരുടെ ചൊൽവളിക്കടങ്ങാത്ത ചന്തപ്പിള്ളേരുണ്ടൊട്ടേറെ ആർത്ത് വിളിക്കുന്ന തന്തതള്ളമാരുടെ ചൊൽവടിക്ക് അടങ്ങാത്ത ചന്തപ്പിള്ളേര്. അപ്പൊ പിള്ളേര് നോഹയെ പറ്റി പറഞ്ഞതാ, പോഷനാണിയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു. പിള്ളേര് പറഞ്ഞു ഇച്ചിരി ഇളക്കമുണ്ടെന്ന്. പോഷനാണിയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമെന്നി പൊട്ടനല്ലാതെ വല്ലോരും ചൊല്ലുമോ? ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അതുകൊണ്ട് പുള്ളിക്ക് ഉറക്കം ശരിയാകാൻ തന്നെയാണ്. ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അതുകൊണ്ട് 1-2 ആവർത്തി എണ്ണ തേച്ചു കുളിച്ചാൽ ചറപറ പറയുന്നതും മാറും. കണ്ടമർത്തിരോടെല്ലാം മുങ്ങിച്ചാകുമെന്നിയാൾ തൊണ്ട വീണ്ടുളർന്നാൽ ഉണ്ടാമോ ജലപ്ലാവം? മണ്ടയിൽ തലച്ചോറ് വേണ്ടേ? മനുഷ്യനായാൽ കുണ്ടാമണ്ടി വല്ലത് ഉണ്ടാകും മിണ്ടാതിനി. ഇതൊക്കെയാ പുള്ളിയെ പറ്റി ആക്ഷേപം. പക്ഷെ നോഹയ്ക്ക് ഇതൊന്നും വിഷയമല്ല, കാരണം ദൈവമാ പറഞ്ഞു. അന്ന് വരെ വെള്ളപ്പൊക്കം എന്നാന്നോ മഴ എന്നാന്നോ ഒരെണ്ണം കണ്ടില്ല. അഥവാ കാണാത്തവയെ പറ്റി ആ പുള്ളി വിശ്വസിച്ച് പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ചുരുക്കി പറഞ്ഞാൽ സമയമായിട്ട് ഒറ്റ ഒരുത്തനും ഗുണമായില്ല. എന്തായാലും കൊള്ളാം, ശുദ്ധി ഉള്ളതും ശുദ്ധിയില്ലാത്തതിന് തരം തിരിച്ചേച്ച് 7 എണ്ണത്തിന് കയറ്റാൻ പറഞ്ഞു. ഇഴജാതി മുഴുവൻ കയറി, മൃഗജാതി എല്ലാം കയറി, പറവജാതിയും കയറി. മനുഷ്യജാതിയിൽ 8 പേര്, നോഹയുടെ കുടുംബം. ഒരു ജാതി മാത്രം പെട്ടകത്തിൽ കയറി. ഏത് ജാതിയാ മോളെ? വെള്ളത്തിലുള്ളതൊന്നും മോളോട് ചോദിച്ചാൽ അപ്പൻ അവിടെ ഇരുന്ന് പറഞ്ഞ് എന്നാലും ഉള്ളതാട്ടെ, ഒരു ക്ഷീണം വരണ്ടെന്ന് ഓർത്ത. വെള്ളത്തിലുള്ളതൊന്നും ഇതിനകത്ത് കയറി, കാരണം വെള്ളം പൊങ്ങാൻ പോവാം. പിന്നെ ഇതിനെ അതിനെ പിടിച്ച് ഇങ്ങോട്ട് കയറ്റുന്നത്. 8 പേര് കയറി. ആരാ? നോഹയും നോഹയുടെ ഭാര്യയും 3 ആൺപിള്ളേരും അവരുടെ ഭാര്യമാരും. സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, നോഹിന്റെ തനയരാം യാപത്തും ക്ഷേമം ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോഹിന്റെ പക്കിനിയും. അപ്പൊ നോഹയുടെ ഭാര്യ, 3 ആൺപിള്ളേർ അവരുടെ ഭാര്യമാര്, 3 3 6 2 8 പേര് കയറി. പിന്നെ കയറിയതെല്ലാം മൃഗജാതി ഇടജാതിയാ. വീടിനെ കാവൽ നിൽക്കും കുക്കുരം പട്ടി. ഞാൻ എപ്പോഴും പറയും കുക്കുരം പട്ടി ഇതിനകത്ത് കയറി. പട്ടിയുടെ ഉടമസ്ഥൻ പാപ്പച്ചൻ കയറിയിട്ടില്ല. പാപ്പച്ചൻ ഇപ്പോഴും പട്ടിയുടെ ബെൽറ്റുമായിട്ട് അതിനെയല്ല. പാപ്പച്ച അതിന്റെ പട്ടി ഇതിനകത്ത് കയറി. മനസ്സിലാകുന്നില്ല. പാപ്പച്ചന്റെ മോനുണ്ട് ബാബുവിനെ പട്ടി വിളിക്കുക, ബാബു വരാൻ. ബാബുവും കയറുന്നില്ല. ബാബു അതിലെ കണക്ക, അയാൾക്ക് മറ്റാണ്. മനസ്സിലാകുന്നുണ്ടോ?
വീടിന് കാവൽ നിൽക്കും കുക്കുരം പട്ടി, വീടിന് കാവൽ നിൽക്കും കുക്കുരം മാർജരങ്ങൾ. മാർജരം ഇതിനകത്ത്, മാർജരം പൂച്ച അല്ല, പൂച്ച. പൂച്ച ഇതിനകത്ത് കയറി. പൂച്ചയെ വളർത്തിയ ബ്ലസി ഇതിനകത്ത് കയറില്ല. ബ്ലസിയുടെ പൂച്ചയുടെ പേര് ബുസി എന്നാ. ബുസിപ്പൂച്ച ഇതിനകത്ത് കയറി. പൂച്ചയകത്തുനിന്ന് ബ്ലസിയെ വിളിക്കാം വരാൻ. ബ്ലസി വരും. ബ്ലസി പറഞ്ഞ് എനിക്ക് ഇച്ചിരി പ്രോഗ്രാം ഉണ്ടെന്ന്. ചുരുക്കി പറഞ്ഞ ഇടജാതി മൃഗജാതി എല്ലാം ഇതിനകത്ത് കയറി. കോഴി ഇതിനകത്ത് കയറി, സകലതും ഇതിനകത്ത് കയറി. ദൈവം തമ്പുരാൻ വന്ന് വാതിൽ അടച്ചു. നാട്ടുകാർ പല അഭിപ്രായം പറയും കേട്ടോ. ഈ പെട്ടകം ഉണ്ടാക്കിയ പുള്ളി, അതിന് സർജറി സച്ചാന്ത് കൊടുത്ത പുള്ളി, കമ്പും കോലും എടുത്ത പുള്ളി, അതിന്റെ മേൽനോട്ടം വഹിച്ചവര് കാണുമല്ലോ, അവരെല്ലാം ഒത്തിരി അഭിപ്രായം പറഞ്ഞു കാണും. നാട്ടുകാർ ഇന്നും അങ്ങനെ പുറത്തു നിന്ന് ഒത്തിരി അഭിപ്രായം പറയും. കാരണം ദൈവം വാതിലടച്ചു, ഇതിനകത്തെല്ലാം കയറിയിരിക്കുക. അപ്പം ആദ്യം കോഴി അങ്ങോട്ട് കയറി. കോഴി കയറി, തട്ടുകൾ പലതാണ്. ഒരു തട്ടേ കയറി കോഴി ഇരുന്ന്, പുറകെ കുറുക്കൻ അങ്ങോട്ട് കയറി. അപ്പം വെളി എന്നവര് പറഞ്ഞ് രണ്ടുപേരും കയറിയിട്ടുണ്ട്. ഉടനെ ഒരാൾ പറയാൻ അനക്കമൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്നാ മറ്റവൻ പറഞ്ഞു കയറി പിടിച്ചതായിരിക്കും. കോഴിയെ കുറുക്കൻ അങ്ങനെ ആണെന്നല്ലോ. പുറത്ത് നിന്നാൽ സൂക്ഷം കോഴിയെ, അത് പുറത്ത് നിന്ന അഭിപ്രായം. പക്ഷെ അകത്ത് ഇത് പെട്ടകമാ. ഇതിനകത്ത് കയറിയ കോഴി കയറി അങ്ങോട്ട് ഇരുന്ന എന്റെ ഭാവനയാ. കുറുക്കൻ കയറി ഇങ്ങോട്ട് വന്നപ്പോ കോഴി എവിടെ നിന്ന് പറഞ്ഞു പ്രൈസ് ലോർഡ് ബ്രദർ. ഉടനെ കുറുക്കൻ ചെന്ന് സ്തോത്ര സിസ്റ്ററെ എപ്പ കയറി. പുള്ളിക്കാൻ ഞാൻ 5 മിനിറ്റ് ആയി കയറിയിട്ട്. പ്രൈസ് ലോർഡ്. ഇതായി പെട്ടകത്തിനകത്ത് പുറത്ത് നിന്ന് നീ എന്നെ ആവശ്യമില്ലാത്ത വർത്താനം. അവൻ പുറത്ത് നിന്ന് അഭിപ്രായം പറയാ, എടാ പിടിച്ചടാ, കോഴിയെ പിടിച്ചു, അനക്കമൊന്നുമില്ല, ഇവിടെ ആരെയും പിടിക്കുന്നില്ല, എല്ലാം തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അതാ പെട്ടകം. പെട്ടകം ക്രിസ്തുവാ. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. എനിക്കതെല്ലാം പറഞ്ഞ് നന്നായിട്ട് പ്രസംഗിച്ചാൽ കൊള്ളാന്നുണ്ട്. കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. എന്തുവാണ് സുവിശേഷത്തിന്റെ വിശേഷത? 1, ഇത് രക്ഷ തരുന്ന മാർഗമാണ്. 2, ഇത് സമാധാനം തരുന്ന മാർഗം. 3, ഇത് പ്രത്യാശ തരുന്ന മാർഗം. അടുത്തത് സുവിശേഷം കേട്ടാനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? 1, മാനസാന്തരം ഉണ്ടാകും. 2, ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. അതാ നമ്മൾ വായിച്ച് ആ ഭാഗമാണ് നിർത്തിയത്. ഫിലിപ്പോസ് ഈ തിരുവെടുത്ത് ആധാരമാക്കി ഷണ്ണനോട് യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം അറിയിച്ചു. സുവിശേഷം പറഞ്ഞു തീർന്നപ്പോൾ വെള്ളമുള്ള സ്ഥലത്ത് വന്നു. ഷണ്ണൻ ഫിലിപ്പോസിന്റെ ശുശ്രൂഷയാൽ സ്നാനപ്പെട്ടു. ഷണ്ണൻ തന്റെ വഴിക്ക് സന്തോഷിച്ചു പോയി. ഫിലിപ്പോസിനെ ആത്മാവ് അസ്തോദിലും കൊണ്ടുപോയി. അപ്പൊ ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. അതാ ഞാൻ പറഞ്ഞ സ്നാനം പെന്തിക്കോസുകാർ ഒപ്പിച്ചതല്ല, സർവജ്ഞനായ ദൈവം നേരത്തെ ക്രമീകരിച്ചു വെച്ചതാ. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ശരിക്കും സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. സുവിശേഷം എന്നുള്ളത് വചനമാ. യേശു ക്രിസ്തു ആദിയിൽ വചനം ഉണ്ടായിരുന്ന വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ആ വചനം സുവിശേഷം. അതാ വചനം. ആ വചനം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. തെളിവ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് എത്തി. ചരിത്രം ഒന്നും വിശദീകരിക്കുന്നില്ല, സമയം ഭയപ്പെടുന്നത് കൊണ്ട്. കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് ചെന്നു. അങ്ങനെ കൊർന്നല്യോസ് പറഞ്ഞു, നീ വന്നത് ഉപകാരം, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പത്രോസ് വാ തുറന്നു, ദൈവവചനം പറഞ്ഞു. അതാ സുവിശേഷം. വചനം പറഞ്ഞു. നമ്മൾ 44-ാമത്തെ വാക്യം വായിച്ചേ. വചനം പറഞ്ഞപ്പോ എന്തോ സംഭവിച്ചു? വായിച്ചേ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ശരിക്കും സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. ഇതാ ഇതിന്റെ ഉപദേശങ്ങൾ. അപ്പൊ ശരിക്കും സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. ശരിക്കും സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. ദൈവത്തിന് മഹത്വം. സഭയിൽ വരുന്ന എല്ലാവരും ആത്മസ്നാനത്തിൽ നിറഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കാൻ. ഇത് അപ്പോസ്തലിക ഉപദേശമാണ്. എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. ശരിക്കും സുവിശേഷം കേട്ടാൽ
ഇതിനകത്ത് വേർപാടിന്റെ ഉപദേശമുണ്ട്. വേർപാട് ഉപദേശം. മോളെ ഒരു വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം വായിച്ചേ. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. അപ്പൊ പത്രോസ് 11 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്ന് യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു. ആ കൂടെ മറ്റ് പല വാക്കുകളും പറഞ്ഞ്, എന്ന് പറഞ്ഞാൽ ഉപദേശ വിഷയങ്ങൾ പറഞ്ഞ് ജനത്തെ പ്രബോധിപ്പിച്ചു. അടുത്തത്, ഈ വക്രതയുള്ള തലമുറയിൽ തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവിൻ. ശരിക്ക് ആ ഭാഗമൊക്കെ നന്നായിട്ട് എടുത്ത് വ്യാഖ്യാനിച്ചാൽ വേർപാട് പാലിച്ച് വേണം ജീവിക്കാൻ. ലോകക്കാരെ പോലെ, ലോക മക്കളെ പോലെ അല്ല ദൈവമക്കൾ ജീവിക്കേണ്ടത്. കർക്കശമായി വേർപാട് പാലിക്കണം. മറ്റുള്ളവർ കാണിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നത് അതുപോലെ ചെയ്യാനും പ്രവർത്തിക്കാനും കാണിക്കാനും കാട്ടാനും ഒന്നും നമുക്ക് പ്രമാണമില്ല. നാം വേർപെട്ട ദൈവമക്കളാണ്. നമുക്കൊരു പ്രമാണമുണ്ട്. അതാ സംഖ്യാപുസ്തകം നിങ്ങൾക്കറിയാം 23:9 വായിക്കുന്നത് ഇങ്ങനെ, ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ലെന്ന. 9-ാം വാക്യം വായിച്ചേ മോളെ. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. അടുത്തത്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അപ്പോൾ ബിലയാം ഇങ്ങനെ നോക്കിയപ്പോൾ സെപ്പറേറ്റ് ജനമാ, തനിച്ചു പാർക്കുന്ന ജനം. ജാതികളുടെ കൂട്ടത്തിൽ നിങ്ങൾ ജാതികളുടെ വഴി പഠിക്കരുത്. അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാടില്ല. ജാതികൾ ബലി കഴിക്കുന്ന ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾ കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കുകാരാകരുത്. ഇതൊക്കെ ഉപദേശ വിഷയങ്ങളാ. സ്തോത്രം. അവര് കാണിക്കുന്ന പോലെ നമുക്ക് കാണിക്കാൻ വ്യവസ്ഥയില്ലെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. വേർപെട്ട ദൈവമക്കൾ വേർപാട് പാലിക്കണം. ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അതുകൊണ്ടല്ലയോ മൊർദെഖായിയെ പറ്റിയൊക്കെ ഹാമാൻ എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് പറഞ്ഞൊരു പദമുണ്ട്. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി വേറൊരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു. അടുത്തത്, അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. വ്യത്യാസമാ. മറ്റുള്ള എല്ലാവരിൽ നിന്നും വ്യത്യാസമാ. സംസാരം വ്യത്യസ്തമാ. അതെ, സമീപനമൊക്കെ വ്യത്യസ്തമാ. വസ്ത്രധാരണത്തിന് വ്യത്യസ്തമുണ്ട്. ആരാധന വ്യത്യസ്തമാ. മറ്റൊത്തിരി കാര്യമുണ്ട്. ഒരുക്കം എല്ലാം വ്യത്യസ്തമാ. ഒന്നുമില്ലായിരിക്കും, അല്ലയോ? വ്യത്യസ്തമാന്ന് ഇത് നമ്മൾ പറയുന്നതേ ഉള്ളു. എന്തോ വ്യത്യസ്തം? ഇത് വേർപാട് ഉപദേശമാ. അപ്പൊ ശരിക്ക് സുവിശേഷം കേട്ടാൽ ഈ ഉപദേശം സ്ഥാപിക്കണം. സുവിശേഷം പറയുമ്പോ ഇതൂടെ പറയണം. രക്ഷ മാത്രം പറഞ്ഞു വിട്ടാ പോരാ. എല്ലാരും കൈപൊക്കെ വെച്ച് പോയി എങ്ങനെയാലും ആയിക്കോട്ടെ. അതല്ല, കൈപൊക്കുന്നവരെല്ലാം അങ്ങ് കാണണം. അങ്ങ് കാണണമെങ്കിൽ ശരിക്ക് ഉപദേശം പറയണം. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശം. ഇത് ഭക്തിക്കൊത്ത ഉപദേശവും പഥ്യവചനമാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ല കേട്ടോ, ഇഷ്ടപ്പെടുകയല്ല. ദൈവത്തിന് മഹത്വം. ഇഷ്ടപ്പെടുകയല്ല. കാരണം ഉപദേശം കർത്താവിന്റെ കാലത്ത് അങ്ങനെ ഉപദേശം പറഞ്ഞപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയത്. അപ്പോക്കെ മുറുകിയ യോഹത്തിനൊക്കെ ഭയങ്കര ആളായിരുന്നു, ഇഷ്ടം പോലെ. ബാക്കിയൊക്കെ വന്നത് തലയെ ചുമ്മിക്കൊണ്ടാ പോയത്. ഭയങ്കര ആള്, തെള്ളും. രോഗശാന്തി ഉള്ളപ്പോ പറയുകയും വേണ്ട, ഭയങ്കര തെള്ള. ഇതെല്ലാം കഴിഞ്ഞ് കർത്താവ് പയ്യെ ഉപദേശത്തിലോട്ട് കയറി. അവൻ ഉപദേശിച്ച് തുടങ്ങി. അന്നേരം ആളിന്റെ തെള്ളു നിന്നു. ഉപദേശം ലളിതമാ, പക്ഷെ ഭയങ്കര ആഴവാ. കർത്താവ് ഇങ്ങനെ പറഞ്ഞ്, ഇവിടെ അടിക്കുകയാന്നേ ഇവിടെ കൂടെ കാണിച്ചേക്കാൻ. അന്നേരം കുറച്ച് പേര് പോയി. കാരണം വന്നവര് തിരിച്ചടിക്കാനായിട്ടായി വന്നേ. അവര് വന്നത് ഗുരു ഒന്ന് പ്രാർത്ഥിച്ചു വിടും, ഞങ്ങൾ 2 എണ്ണം പൊട്ടിച്ചേച്ച് വരാം. അതിനാ ഇവര് വന്നത്. ചെല്ലു പറയത്തില്ലേ, പക്ഷെ ഞങ്ങള് കോടതിയിലോട്ട് പോവാം, പ്രാർത്ഥിച്ചു പോകാന്ന് ഓർത്ത് പോലീസ് സ്റ്റേഷനിലോട്ട് പോകണം. ഭാഷ പ്രാർത്ഥിച്ചു. ചില ഭാഷമാര് കർത്താവ് നിന്റെ ദാസന്മാര് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നു, ദൈവം ഇടപെടണം. പോലീസ് സ്റ്റേഷനിലെല്ലാം ദൂതന്മാരെ ഇറക്കണം. SI യുടെ ഉള്ളത്തോട് ദൈവം. അങ്ങനാണോ?
അങ്ങനല്ലേ പ്രാർത്ഥന. അപ്പൊ ആൾക്കാർ ഇഷ്ടം പോലെ വന്നപ്പം കുറെ പേര് തിരിച്ച് തല്ലണം. അപ്പൊ യേശുവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു പോയി തല്ലാന്നുള്ള ചിന്തയല്ല അവൻ. അപ്പൊ യേശുവിന്റെ ഉപദേശം ഇതാ, പിന്നെ ഇവിടെ അടിക്കുകയാന്നെ ഇവിടെ കൂടെ കാണിച്ചേക്കാൻ. അപ്പൊ ആ ഗ്രൂപ്പുകാരെല്ലാം പോയി. അവർ പറഞ്ഞ് നടപടി ഇല്ലെന്ന് പറഞ്ഞു പുള്ളിയുടെ കൂടെ നിന്ന. അപ്പൊ വേറൊരു ഗ്രൂപ്പുകാര് കർത്താവ് പറഞ്ഞു ഉടുപ്പ് ചോദിക്കുന്നതിന് പുതപ്പൂടെ കൊടുത്തേക്കാൻ. അവരും പോയി. അടുത്ത ഉപദേശം ഇതാ, ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്നാൻ കൊടുത്തേക്കാൻ. അങ്ങനെയുണ്ടോ? ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ച 2 നാഴിക നടന്നേച്ച് വരാൻ. ഇതൊക്കെയാ യേശുവിന്റെ ഉപദേശം. ഇതെല്ലാവർക്കും ഇഷ്ടമല്ല. നിന്റെ സഹോദരൻ എന്തേലും ഉണ്ടെന്ന് ബോധ്യം വന്നാൽ അവനല്ല, നീ അങ്ങോട്ട് ചെന്ന് നിരപ്പാകണം. ഇതൊക്കെയാ ഉപദേശം. 70 വട്ടം ക്ഷമിക്കണം. ഇതൊക്കെയാ ഉപദേശം. സ്തോത്രം, സ്തോത്രം. ഇങ്ങനെ ഉപദേശത്തിലോട്ട് കയറിയപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയി. ഒടുവിൽ 12 പേര് ശേഷിച്ചു. കർത്താവ് ചോദിച്ചു, എന്ത് ചെയ്യാൻ നേരത്തെ പോലെ ആളൊന്നും യോഗത്തിന് ഇങ്ങനെയൊന്നും പ്രസംഗിച്ച ആള് വരികയല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പറയുന്നില്ലെന്നേ ഉള്ളൂ, ഇങ്ങനെയൊന്നും പ്രസംഗിച്ച ആള് വരത്തില്ല. ആള് വരണമെങ്കിൽ അതിനൊക്കെ ചില ട്രിക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിനാ ട്രിക്ക്? അതുകൊണ്ട് അതിന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ ചില വിടുതലുകൾ കാണുന്നു. അത് ഈ വിറപ്പിച്ചൊക്കെ പറയണം. ഇന്ന് രാത്രി അത് വൈബ്രേഷനില്ല. മനോവേദനയാൽ ഭാരപ്പെടുന്ന ചിലരെ ആത്മാവ് കാണുന്നു. അങ്ങനെ പറഞ്ഞാൽ മതി. അന്നേരം തള്ളയിളകും. എന്നൊക്കെ ചില ഉണ്ട്. കടഭാരത്താൽ വലകുന്ന ചില വ്യക്തികളെ കാണുന്നു. മുഴുവൻ കടമെടുത്തച്ചിരിക്കുന്നതാ. അത് ആർക്കാ കടവ്? മുഴുവൻ എണ്ണവും പരിവൊക്കെയാണ്. ആരോടും പറയാത്ത ചില വിഷയങ്ങളുമായി വന്നവരുണ്ട്. എല്ലാത്തിനും ടൈമാ. ആരോടാ പറയുന്നത്? ആരെ വിശ്വസിച്ചാ പറയുന്നത്? ഇതൊക്കെയാണെങ്കിൽ ആള് കൂടും. ഇങ്ങനെ ഉപദേശം പറഞ്ഞാലൊന്നും ആള് കൂടുകയല്ല. അപ്പൊ കർത്താവ് പറഞ്ഞ, എന്നാ ഞാൻ അടുത്ത ആഴ്ച മുതൽ ഒന്ന് ശ്രദ്ധിക്കുക എന്നല്ല പറഞ്ഞേ. കർത്താവിന് നിന്നക്കം പോകാൻ മേലേ, എന്നാ ഞാൻ അടുത്ത ആഴ്ച ഇച്ചിരി ശ്രദ്ധിക്കാന്നല്ല പറഞ്ഞേ. പ്രസംഗത്തിന്റെ ടോണ് മാറ്റാം, സബ്ജക്റ്റ് മാറ്റാന്നൊന്നും അല്ല യേശു പറഞ്ഞേ. യേശുവിന് അങ്ങനത്തെ പേടിയൊന്നുമില്ല. യേശു ഉടനെ അവർ പറഞ്ഞ് നിങ്ങൾക്കും പോകാൻ മേലേ എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിന്റെ ശൈലി മാറ്റത്തില്ല. അടുത്ത ആഴ്ച കുറച്ചുകൂടെ കട്ടിക്കേ പറയുള്ളൂ. അപ്പൊ നിങ്ങൾ പോകുന്നെങ്കിൽ വണ്ടി പോകുന്നതിന് മുന്നേ നിങ്ങൾക്കും പോകാന്ന് പറഞ്ഞു. അയ്യോ എന്റെ വീട്ടിലെ നിങ്ങളോട് എന്നെ ഇട്ടേച്ച് പോകരുത്, അവന്മാരോ പോയി എന്നൊന്നും അല്ലേ യേശു പറഞ്ഞേ. തീർത്ത് കാര്യം പറഞ്ഞപ്പം പത്രോസ് പറഞ്ഞു, അയ്യോ ഞങ്ങൾ പോകാനോ? നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലാണ്, നിന്നെ വിട്ടു പോകാൻ ഞങ്ങളോട് പറയും എന്ന് പറഞ്ഞ് ഞങ്ങള് അപ്പം തിന്നാൻ വന്നതോ രോഗശാന്തിക്ക് വേണ്ടി മാത്രം വന്നതോ വീടും വണ്ടിയും മത്തും കാറും ലോറിയും ജോലി അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു? അതൊക്കെ കിട്ടുന്നേ കിട്ടട്ടെ, അതല്ല ഞങ്ങളുടെ മെയിൻ വിഷയം. ഞങ്ങളുടെ മെയിൻ വിഷയം നിത്യജീവന്റെ മൊഴിയാണ്. അത് നിന്റെ പക്കലാ. ഇത് കർക്കശമായ വേർപാട് ഉപദേശമാണ്. അപ്പൊ ശരിക്കും സുവിശേഷം കേട്ടാൽ മാനസാന്തരം നടക്കണം, സ്നാനം നടക്കണം, അഭിഷേകം പ്രാപിക്കണം. വേർപാട് ഉപദേശം ഈ ഒരു പദമേ ഉള്ളൂ വേർപാടെന്ന്. വേർപാടിനകത്തെല്ലാം ഉണ്ട്. മനസ്സിലായോ? നല്ലൊരു സഹോദരൻ ചോദിച്ചു, സിനിമ കാണരുതെന്ന് ബൈബിളിൽ എവിടെ എഴുതിയേക്കുന്നത്? അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. സിനിമ കാണരുത് ഞാൻ വായിച്ചിട്ടൊന്നും കണ്ടില്ല. അച്ഛാൻ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പുക വലിക്കരുതെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്നാ വലിക്കാത്ത? മൂക്കിന് തൊള്ളയില്ലാഞ്ഞിട്ടാണോ? അതോ സാധനം കിട്ടാഞ്ഞിട്ടാണോ? അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങിയെന്നാ വാക്യം. വേദപുസ്തകത്തിലെ പ്രധാന ഒരു ഉപദേശമാ വേർപാട്. വേർപാടെന്ന ഉപദേശത്തിനകത്ത് ഈ പറഞ്ഞ കേസെല്ലാം വരും. ഒരു ചെറിയ ഉദാഹരണം തരാം. ഉദാഹരണമാണ്. കർത്താവും മിക്കതും ഉപമ കൂട്ടിയല്ലേ പറഞ്ഞ ഉദാഹരണം. ഇപ്പൊ ഉദാഹരണം പോൾ പാസ്റ്റർ അല്ലേ? ഇപ്പൊ ഞാനും ബഹുമാനപ്പെട്ട പോൾ പാസ്റ്ററും കൂടെ
ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് പോകുക എന്ന് വിചാരിക്കുക. ഞങ്ങളുടെ അവിടെ തിരുവിതാംകൂറില്, സെൻട്രൽ ട്രാവൻകൂറില്, ഇവിടുത്തെ രീതി എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ അവിടെ ചെന്ന് ആ വിവാഹ ശുശ്രൂഷയെ സംബന്ധിച്ച് ഭയങ്കര ആളുമായിരുന്നു, തെള്ളുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു, പിന്നെ കണ്ടില്ല. അപ്പൊ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പം പോൾ പാസ്റ്ററോട് ചോദിച്ചു, അല്ലെ പോൾ പാസ്റ്ററിനോട് ചോദിച്ചു, പാസ്റ്റർ കല്യാണം കഴിഞ്ഞ് എപ്പോഴാ പോയത്? ഉടനെ ഞാൻ പറയാ, ഞാന് ഊണ് കഴിഞ്ഞ ഉടനെ അങ്ങ് പോയി. അതിന്റെ അർത്ഥം കൈ കഴുകാതെ പോയെന്നാണോ? അല്ല, അതൊരു സാധാരണ പ്രയോഗമാ. ഊണ് കഴിഞ്ഞ ഉടനെ പോയി, അതിന്റെ അർത്ഥം പുള്ളി കൈ കഴുകാതാ പോയല്ലേ? അങ്ങനെ പുള്ളി ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെയൊക്കെ അവിടെ ഹൈന്ദവ സഹോദരങ്ങളുടെ കല്യാണമാണെങ്കിൽ നല്ല ഈ വെജിറ്റബിൾ ആകും എല്ലാം, അതെല്ലാം നല്ല വൃത്തിയായിട്ട് ഓരോന്ന് വിളമ്പുന്ന രീതിയുണ്ട്, കഴിക്കുന്ന രീതിയുണ്ട്, അതിനൊക്കെ ക്രമമുണ്ട്. അത് കഴിച്ചേച്ച് പായസം പല ടൈപ്പ് കൊണ്ടുവരും. അതൊക്കെ ഇഷ്ടപ്പെട്ടത് അന്നേ പഴമൊക്കെ ഞെരടി, ചിലര് നാരങ്ങായും പപ്പടവും ഒക്കെ ചേർത്ത്, അത് കണക്കുണ്ട്. അതെല്ലാം നന്നായിട്ട് കഴിച്ച് അത് കഴിഞ്ഞ ചിലയൊക്കെ ചിലരും അവിടെ മടക്കി വെക്കാൻ പറയും, ചിലർ എടുക്കാൻ പറയും. ആ ഒരു പോക്കൊക്കെ ഉണ്ട്, വെള്ളം. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഇതിലെ കൂടെ എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള സ്ഥലത്ത് ചെന്ന് കൈ കഴുകി വൃത്തിയാക്കി തൂവാല കൊണ്ട് തുടച്ച്, അല്ലെങ്കിൽ നാരങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് തൂത്ത്, അങ്ങനെ എന്നതിൻ്റെ അർത്ഥം. പക്ഷെ പറയുമ്പം ഊണ് കഴിഞ്ഞ് പോയെന്നേ പറയുള്ളൂ. ക്രിസ്ത്യാനികളുടെ കല്യാണമാണെങ്കിൽ ഇറച്ചി മീനും ഒക്കെ വെട്ടല ഭാഗത്ത് വിളമ്പുന്നത്, നാക്കല ഭാഗത്ത് വിളമ്പുന്നതുണ്ട്. അതെല്ലാം ക്രമത്തിൽ വിളമ്പി കഴിച്ച് പഴയ ക്രിസ്ത്യാനികളുടെ, ഇപ്പൊ എല്ലാം ഐസ്ക്രീം ക്രിസ്ത്യാനികളാ. അതുപോട്ടെ, പണ്ട് തൈരും പഴവും പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരു പിടി കൈയുടെ വടവിൽ കൂടെ ഒക്കെ ചാടി അതും കഴിഞ്ഞേച്ച് വെള്ളം. അപ്പൊ ഊണ് കഴിഞ്ഞ് പോയെന്ന് പറഞ്ഞാൽ കൈ കഴുകാതെ പോയെന്നല്ല അതിന്റെ അർത്ഥം. ഊണ് കഴിഞ്ഞ് ഒന്നെങ്കിൽ ഇല മടക്കി അല്ലെങ്കിൽ ഇല എടുത്തോണ്ട് അത് കളയേണ്ട സ്ഥലത്ത് കൊണ്ട് കളഞ്ഞ് വെള്ളമുള്ള സ്ഥലത്ത് ചെന്ന് വൃത്തിയായിട്ട് കൈ കഴുകി തൂവാല ഉണ്ടെങ്കിൽ തൂത്ത് തുടച്ച് വൃത്തിയാക്കി വന്ന വാഹനത്തിൽ അല്ലെങ്കിൽ വന്ന രീതിയിൽ പോയെന്ന അതിന്റെ അർത്ഥം. അത്രയും വിശദീകരിക്കത്തില്ല. പറയുമ്പോൾ ഒറ്റ വാക്ക് പറയും, ഊണ് കഴിഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ. വേദപുസ്തകത്തിലെ പ്രധാന ഉപദേശത്തിലൊന്നാ വേർപാട്. വേർപാട് എന്നൊരു പദമേ ഉള്ളു, പക്ഷെ ഇതിനകത്ത് ഇത് മുഴുവൻ അടങ്ങും. സകല ഉണ്ടാവേണ്ടി ഇതിനകത്ത് അടങ്ങി അത് ക്രമീകരിക്കണം. 28 കെട്ട്, മാമോദീസ, ആണ്ടിയാത്രം, അടിയന്തരം, 16 അടിയന്തരം, പിന്നെ ഉണ്ടല്ലോ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, പിന്നെ സപ്തതി, ഷഷ്ടി, നവമി, ഇങ്ങനെയുള്ള ഒത്തിരി ഉണ്ട്. പുതിയ വീട് വെക്കുമ്പോൾ പാല് കാച്ചുക, വലത്തുകാല് വെച്ച് കയറുക, സഹോദരം പല്ലി ചലയ്ക്കുന്നതിനെ പറ്റിയുള്ള വിശ്വാസം, കടുക് താഴെ വിടരുത്, വഴക്കുണ്ടാക്കും, സന്ധ്യ കഴിഞ്ഞാൽ തുണി കല്ലേ തല്ലി അലക്കരുത്. മനസ്സിലായില്ലേ? കട്ടിലിരുന്ന കാലിങ്ങനെ ആട്ടരുത്. ഉണ്ടല്ലോ ഒത്തിരി. 1-ാം തീയതി വന്ന് കയറണം, രാവിലെ വരണം, അവൻ കയറുന്നതിന് മുന്നേ. എന്നാന്നറിയാൻ പറ്റില്ല, 2 ദിവസമായിട്ട് കൈ അല്ലല്ലോ ഉണ്ട്, ചൊറിച്ചിലുണ്ടെന്നാണ്. അതെനിക്ക് എന്നാ കണ്ണ് ഞാൻ കണ്ടമാനം ചിരിച്ചിന്ന്. എന്നാണോ കൂടെ തുമ്മുന്ന എന്റെ കാര്യം? അതിന്റെ കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് ഇട്ടമ്പോ. ഇങ്ങനെയുള്ള ഒത്തിരി അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊക്കെ ഇല്ലേ? ഇതെല്ലാം ഈ വേർപാട് ഉപദേശത്തിൽ വരും. അതെല്ലാം കളയണം. പഴയ മാമൂലുകള്, ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള് രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഒക്കെ ഒത്തിരി ഉണ്ടല്ലോ. ഞാൻ പെന്തിക്കോസുകാരുടെ കാര്യമായി നിങ്ങൾ വീഡിയോ പിടിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഇച്ചിരി കട്ട് ചെയ്തിട്ട് നാശോപ്പിച്ച് വെച്ചേക്കരുത്. അത് അങ്ങനെ തന്നെ കിടക്കാവുള്ളൂ. മനസ്സിലായോ? ആരുടെ മോനെ വീഡിയോ? മോന്റെ ആണോ? ആരാ അതിന്റെ ആള്? ഇങ്ങനെ കാണിക്കാതെ മോനാണോ അതിന്റെ ആള്? അവൻ മിണ്ടുന്നുമില്ല. മോനാണോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? കട്ട് ചെയ്തിട്ട് മൊത്തം അങ്ങോട്ടു. കുറെ ഒരു തൊഴിലും ഇല്ലാത്ത കുറെ അവന്മാരുണ്ട്. ഇച്ചിരി കട്ട് ചെയ്തിട്ട് വിവാദമാക്കി കളയാം. അത് ചെയ്യരുത്. പ്രസംഗം എല്ലാരും കേൾക്കട്ടെ. അത് മുഴുവൻ ഇടണം. അല്പം ഇട്ടേച്ച് കാശുണ്ടാക്കരുത്. കാശുണ്ടാക്കിയാൽ നിനക്ക് നിന്റെ സന്തതി ഇവരെ മോനോടല്ല,
അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പ്രസംഗം മൊത്തം ഇട്ടോണം. എല്ലാരും കേൾക്കാനില്ലേ പ്രസംഗിക്കുന്നത്? കാരണം നല്ല കാര്യമായി പറയാനുള്ളത്. പക്ഷെ അത് ഇച്ചിരി മാത്രം കട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ടേച്ച് അതിനൊരു തലക്കെട്ടും ഒക്കെ കൊടുത്ത് അത് അവന്റെ അക്കൗണ്ടിൽ കാശ് വരാനാ. ആ കാശ് അവനും അവന്റെ സന്തതിക്കും ഗുണം വരികയില്ല. കാരണം ആണ്ട പാവം പിടിച്ച കെ എബ്രഹാമിനെ ഉപദ്രവിച്ചില്ലേ? കെ എബ്രഹാമിന് നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ? ഇല്ലേ? അങ്ങേര് കടന്ന് തീ തിന്ന് എത്ര നാള് പതാകയെ പറ്റി പറഞ്ഞു. അതാ എല്ലാം മറന്നുപോയി നിങ്ങൾ. അദ്ദേഹം സഭയ്ക്കകത്ത് ഒരു വിഷയം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാ. അത് ഇങ്ങനെയുള്ള കുറെ ആൾക്കാര് അത് മാത്രം കട്ട് ചെയ്ത് ആ മനുഷ്യനെ എന്ത് ഉപദ്രവിച്ചു. ദൈവം അങ്ങനെ കൈവിട്ടില്ല. ദൈവം അങ്ങനെ ശക്തമായിട്ട് ഉപയോഗിക്കുക. എന്നാൽ എന്ത് മനോവേദന തിന്നെന്നറിയാം. ഏതെല്ലാം എന്നോട് അദ്ദേഹം പറഞ്ഞു, ആരൊക്കെയാ ഫോൺ ചെയ്യുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാ, കത്തിക്കും, നിന്നെ കൊല്ലും. രാഹുലീശ്വര് പതാകയെ പറ്റി പറഞ്ഞപ്പോ ആർക്കും പ്രശ്നവും ഇല്ല. കണ്ടോ? ഇത് തന്നെ പുള്ളി. പക്ഷെ അത് വേറെ ആളായിപ്പോയി. അതുകൊണ്ട് ഞാൻ യൂട്യൂബ് വരുമാനം ഉണ്ടാക്കുന്ന കുറെ അണ്ണന്മാരോടായി പറയുന്നത്. പ്രസംഗം മൊത്തം വിട്ടു ഒരു എതിരുമില്ല. കേൾക്കാനില്ലയോ പ്രസംഗിക്കുന്നത്? അത് ഇച്ചിരി കട്ട് ചെയ്ത് കുറെ എണ്ണം ഉണ്ട് നമ്മളെ ഒതുക്കാനെ. ഇച്ചിരി കട്ട് ചെയ്തിട്ട്, കാരണം 5 പൈസ മുടക്കില്ല, പെരക്കാതിരിക്കല്ലേ. ഒരു കുന്തം എടുത്ത് വെച്ചോണ്ട് ഇങ്ങനെ. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, ഞാൻ മാത്രമല്ല, അനേക ദൈവദാസന്മാരെ ദൈവമക്കളെ ഉപദ്രവിക്കുന്ന കുറെ എണ്ണമുണ്ട്. ഇവന്മാർക്ക് അക്കൗണ്ടിനകത്ത് കാശ് വേണം. അപ്പൊ ഇപ്പൊ ഈ കൺവെൻഷൻ നിങ്ങൾ എന്ത് ചെലവാക്കിയാ ഇത് ചെയ്യുന്നത്? അവർക്ക് ഒരു മുടക്കും അവരുടെ അക്കൗണ്ടിൽ. ഇപ്പൊ ഉദാഹരണം, പണ്ട് ഒരു സഭയുടെ മേലധ്യക്ഷൻ ഈ സഭയുടെ മിറ്റത്തിരുന്ന് ചാരുകസേലിരുന്ന് ഇങ്ങനെ 4 മണിക്ക് കാറ്റ് കൊണ്ടപ്പം മാവേന്നൊരു മാങ്ങ വീണ്, പഴുത്ത മാങ്ങ. അപ്പം പേരും സ്ഥലമൊന്നും ഞാൻ പറയത്തില്ല, നടന്ന കാര്യമാണ്. അപ്പം സഭയിലെ മേലധ്യക്ഷൻ ഇങ്ങനെ കസേര ഇരുന്നപ്പം പൊടോന്ന് ശബ്ദം നോക്കിയപ്പം ആ നല്ല തേന്മാവ മാങ്ങ വീണ്. അപ്പൊ പുള്ളി കപ്പിയാരോട് പറഞ്ഞു, എടാ മാങ്ങ ഇനി കഴുകിക്കൊണ്ട് വരാൻ. പുള്ളി കാറ്റ് കൊണ്ടിരിക്കുകയല്ലേ, മാങ്ങ കൊണ്ട് കൊടുത്തു. അപ്പൊ എടാ ആ കത്തിയും കൂടി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. പുള്ളി കാറ്റ് കൊണ്ടിരിക്കുക, അപ്പൊ ഒരു എൻജോയ് ചെയ്യാന്. അപ്പൊ അവൻ കത്തി കൊണ്ട് കൊടുത്തു. അപ്പം കത്തി ഈ മാങ്ങ ഇങ്ങനെ തൊലി എത്തുക. അപ്പൊ പുള്ളിക്ക് എതിരുള്ളൊരു പുള്ളി എപ്പോഴും ഇങ്ങനെ അരമനയുടെ ചുറ്റും ഇങ്ങനെ പമ്മി നടക്കുന്ന ആളാ. പുള്ളി ഇങ്ങനെ അരമന എന്നാ നടക്കുന്ന, അരമനയിൽ എന്തോ അപ്പം അങ്ങനെ പുള്ളി മതിലിന്റെ എതിരൊക്കെ പോകുമ്പോൾ തിരുമേനി കത്തിയായിട്ടിരുന്ന് മാങ്ങ. അപ്പൊ ഇവനെ സൂത്രത്തിൽ മാറുന്ന വെച്ച് മാങ്ങ ഇങ്ങനെ ചെത്തിയപ്പം ആ കത്തിയുടെ ഫോട്ടോ മാത്രം എടുത്തു. അങ്ങനുണ്ട് ബുദ്ധി. ഇങ്ങനെ മാങ്ങ ഇങ്ങനെ ചെത്തിയപ്പോൾ എന്നിട്ട് പിറ്റേന്ന് പത്രത്തിൽ കൊടുത്തു, തിരുമേനി അരമനയിൽ കത്തി കാട്ടി. എങ്ങനുണ്ട്? സത്യമല്ലേ? പുള്ളി കത്തിയായിട്ടിരിക്കുക, പുള്ളിയുടെ മുഖവും കത്തിയുടെ ഫോട്ടോയും. മാങ്ങാപ്പഴം കാണിക്കുന്നില്ല. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, നടന്ന കാര്യമാണ്. ഇങ്ങനെ എത്തിയപ്പം തിരുമേനി അരമനയിൽ ഫോട്ടോ സഹിതമാ വന്നേക്കുന്നത്. അങ്ങനുണ്ട്. അങ്ങനത്തെ ഒത്തിരി വിദ്വാന്മാര് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ശരിയാകത്തില്ല. അതുകൊണ്ട് പ്രസംഗം മൊത്തം വിട്ടു, എല്ലാരും കേൾക്കാനില്ലയോ പറയുന്നത്. പക്ഷെ അല്പം മാത്രം കട്ട് ചെയ്ത് അതിനൊരു പ്രത്യേക തലക്കെട്ട് കൊടുത്ത്, അപ്പൊ തലക്കെട്ട് കാണുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് തിരുമേനി കത്തിയാട്ടെ, തിരുമേനി കത്തി, എല്ലാരും നോക്കും. സൂത്രമാക്കും. ഒത്തിരി എണ്ണം സൂത്രക്കാരിറങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ പൈസ ഒന്നും അവന്റെ സന്തതിക്ക് ഒന്നും ഗുണം വരികയാണ്. വേറെ അവനെ തീ തീറ്റിയച്ചാച്ചോ നീ ഉണ്ടാക്കുന്നത്. ആ കേബ്രഹാം എന്ത് ബുദ്ധിമുട്ടിയെന്നറിയാമോ? അയ്യോ, മനോവേദനയോടെ. പക്ഷെ ദൈവം അദ്ദേഹത്തെ കൈവിട്ടില്ല. ദൈവത്തിന്റെ മഹത്വം. നമുക്ക് ആ ഭാഗം പെടാതെ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന്റെ മഹത്വം. എല്ലാവരും സുവിശേഷത്തിന്റെ സാക്ഷികളാകണം. ഇത് വേർപാട് ഉപദേശമാണ്. എടുത്ത വാക്യത്തോട് ഒന്ന് കൂറ് പുലർത്തി പെട്ടെന്ന് നിർത്താം. അന്നേരം നമ്മുടെ സമയമാകുമെന്ന് തോന്നുന്നു. ഇപ്പൊ സമയം എന്തുവായി? ഒരു 10 മിനിറ്റ് ഇനിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാ. ഞാനത് പറഞ്ഞില്ലേ? നിങ്ങൾ പറയും കുഴപ്പമില്ലായിരുന്നു. എന്നാൽ എടുത്ത വാക്യം എന്തുവാണെന്നും പുള്ളി പറഞ്ഞില്ല. അതുകൊണ്ട് 2 കാര്യം പറയാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലെ 2-ാമത്തെ ഭാഗമാ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത
ഒരു രാത്രി, ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ, ആർക്കും പ്രവർത്തിക്കാത്ത രാത്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു നിത്യദൈവം. മറ്റേ 3 സുവിശേഷകരിൽ നിന്ന് വ്യത്യസ്തമായി യോഹന്നാന്റെ എടുത്ത് യേശു ദൈവമാണെന്ന് തെളിയിച്ചു. അതെ, ഓരോ അധ്യായത്തിൽ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തി. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിൽ നിക്കോദോമസിനോടുള്ള ബന്ധത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. 4-ാം അധ്യായത്തിൽ ശമരിയക്കാരിയോടുള്ള ബന്ധത്തിൽ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ കൊളക്കരയിൽ കിടക്കുക സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിറങ്ങുമെന്ന ജീവന്റെ അപ്പമായ ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മ നിറവിനെ കൊടുക്കുന്ന സർവശക്തനായ ദൈവം. 8-ാം അധ്യായത്തിൽ അവൻ സാക്ഷാൽ വെളിച്ചമായ ദൈവം. 9-ാം അധ്യായത്തിലെ വിഷയം പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം. പിന്നെ മുൻപോട്ടുള്ള അധ്യായം നിങ്ങൾക്കറിയാം. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട് കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യന്മാരോട് പറയാത്തെ അണ്ടാ പോകുന്നതാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. മോളെ 2 വാക്യം വായിച്ചോ, 29-ഉം 35-ഉം. അറിവുള്ള വാക്യമാ. യോഹന്നാന്റെ സുവിശേഷം 1-ന്റെ 29-35. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവകുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്നും കുരുളറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും വിളക്കാകുന്ന കുഞ്ഞാടെന്നും കോപത്തിന്റെ കുഞ്ഞാടെന്നും വേളി കഴിക്കാൻ വരുന്ന കുഞ്ഞാടെന്നും ഒക്കെ പറഞ്ഞ് അലങ്കാര ഭാഷയ്ക്ക് ഈ പുസ്തകത്തിൽ പലയിടത്തും രേഖപ്പെടുത്തി. ഇവിടെ പറയുക ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. അധികം വ്യാഖ്യാനിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ കുഞ്ഞാട് അറക്കപ്പെടുന്നുണ്ട്, ഇസഹാക്കിന് പകരം ഒരു കുഞ്ഞാട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വീടൊന്നിന് ഒരാട്ടിൻകുട്ടി, ഓരോ കുടുംബത്തിന് വേണ്ടി അറക്കപ്പെടുന്ന കുഞ്ഞാട്. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ 12 ഗോത്രങ്ങളുടെ പാപം വഹിച്ചുകൊണ്ട് പോകുന്ന ഒരാട്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പം ഉൽപ്പത്തി 22-ൽ വ്യക്തിക്ക് വേണ്ടി മാത്രം അറക്കപ്പെട്ട കുഞ്ഞാട്, പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാട്, ലേവ്യ 16 12 ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രം അറക്കപ്പെടുന്ന പാപമേറ്റെടുത്ത കുഞ്ഞാട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ കുഞ്ഞാട് വ്യക്തിക്കും കുടുംബത്തിനും ഗോത്രത്തിനും മാത്രമല്ല മുഴുവൻ ലോകത്തിന്റെയും പാപം ചുമക്കുന്ന കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. യേശുക്രിസ്തു സകല മാനവരാശികളുടെയും പാപം വഹിച്ച് ചുമന്നവനാ. ഇന്ന് രാത്രി യേശുവിൽ കൂടിയ രക്ഷ. 2-ാം അധ്യായം കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. എല്ലാം വിവരിക്കുന്നില്ല. പച്ചവെള്ളം വീഞ്ഞാക്കി. യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചു. യേശുവിന്റെ അമ്മ മറിയം, ആ അമ്മയുടെ അനിയത്തിയാണ് ശലോമ. ശലോമയുടെ മകനാണ് യോഹന്നാൻ. യോഹന്നാന്റെ കല്യാണമാണ്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു വിശേഷത, യോഹന്നാനാ എഴുതിയെങ്കിലും യോഹന്നാന്റെ പേര് ഈ സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ല. ഒറ്റ വാക്ക് പോലും പറഞ്ഞിട്ടില്ല. നമ്മളന്ന് എല്ലാ അധ്യായത്തിലും വീട്ടുപേര് സഹിതം എഴുതും. തന്നെയല്ല, കല്യാണത്തിന് യോഹന്നാന്റെ കല്യാണമാ, പക്ഷെ അതിന്റെ മുഖവര നിങ്ങൾ നോക്കിയേ എങ്ങനെ എഴുതിയേക്കുന്നത്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. ഒരു കല്യാണം എന്നാ യോഹന്നാന്റെ എഴുതിയ പുള്ളിയുടെ കല്യാണമാണ്. നമ്മളായിരുന്നു എങ്ങനെയായിരുന്നു എഴുതിയെന്ന്. ദൈവത്തിന് മഹത്വം. എന്റെ കല്യാണ ദിവസം എൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മോൻ യേശു ഉണ്ടായിരുന്നു. ഞങ്ങൾ പുള്ളിയെ വിളിച്ചതാ. തിരക്കുകളുടെ നടുവിലും പുള്ളി എന്റെ കല്യാണത്തിന് വീഞ്ഞിന്റെ ഒരു ചെറിയ ഷോർട്ടേജ് വന്നു. അപ്പൊ കൊച്ചമ്മ കയറി കാര്യം അയ്യോ നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കാൻ നന്നായി. യോഹന്നാന്റെ എഴുത്തിന്റെ 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. ഗലീലയിലെ കാനാവിൽ. ഇതെല്ലാം നിന്ന് പറയേണ്ടതാ. ഞാൻ ഇച്ചിരി 5 സമയം കൂടുതൽ എടുക്കും. ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം. അതിന്റെ ഗലീലയിലെ കാന എന്നെടുത്ത് പറഞ്ഞേ. ഇനി അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 11.
യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. തന്റെ മഹത്വം വെളിപ്പെടുത്തി. കാനാവിൽ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ ഗലീലയിലെ കാനാവിൽ വെച്ച് യേശു തന്റെ മഹത്വം, ആദ്യത്തെ അത്ഭുതമാണ്. അതെന്നാ ഗലീലയിലെ കാനാവിൽ ഈ മഹത്വം വെളിപ്പെടുത്താൻ കാര്യം? കാനാവിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്താർ. ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്താർ. കരുണാനിധിയെ കനിയണം ദിനവും. കരുണാനിധിയെ കനിയണം ദിനവും. ദേവാ ദേവാ ത്രിലോകനാഥ. ദേവാ ദേവാ ത്രിലോകനാഥ. കാനാവിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത. ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത. കരുണാനിധിയെ കനിയണം ദിനവും. കരുണാനിധിയെ കനിയണം ദിനവും. ദേവാ ദേവാ ത്രിലോകനാഥ. ദേവാ ദേവാ ത്രിലോകനാഥ. ദേവാ ദേവാ ത്രിലോകനാഥ. കാനാവിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത. ശുദ്ധ ജലത്തെ തീർത്ത. കരുണാനിധിയെ കനിയണം ദിനവും. കരുണാനിധിയെ കനിയണം ദിനവും. കരുണാനിധിയെ കനിയണം ദിനവും. അപ്പൊ ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തി. അതന്നെ അങ്ങനെ എഴുതാൻ കാര്യം. ഒറ്റവാക്കിൽ പറയാം, ഈ ഗലീല എന്ന് പറയുന്ന സ്ഥലം അത്ര നല്ല സ്ഥലമല്ല. മറ്റുള്ളവർക്ക് അത്ര തൃപ്തി ഉള്ള സ്ഥലമല്ല ഗലീല. കാരണം ഗലീലയിലെ ആൾക്കാർക്ക് വിദ്യാഭ്യാസമില്ല, അവര് പഠിപ്പുള്ളവരല്ല. ഈ ദേശവും അത്ര നല്ലതല്ല. അതിനൊരു ഉദാഹരണം, ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 18 ഭാഷക്കാര് വന്ന സമയത്ത് അപ്പോസ്തലന്മാര് മിക്കവരും ഗലീലക്കാരാ. അപ്പോസ്തലന്മാര് മിക്കവരും പത്രോസ്, അന്ത്രയോസ്, പിന്നെ യോഹന്നാൻ, യാക്കോബ്, ഇവരെല്ലാം ഗലീലക്കാരാ. സംശയമുണ്ടല്ലോ? മോളെ, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12 മുതലാന്ന് തോന്നുന്നു. അവിടെ യേശു അനന്തരം ആത്മാവ് അല്ലല്ല 1-ാം അധ്യായത്തിന്റെ 14 എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ, അവിടുന്ന് ഗലീല കടൽപ്പുറത്തുകൂടി നടക്കുമ്പോൾ ശീമോനും അവന്റെ സഹോദരനായ അന്ത്രയാസും, അവര് ഗലീലക്കാരാ, ശീമോനും അവന്റെ സഹോദരനായ അന്ത്രയാസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവർ ആയിരുന്നു. മീൻപിടുത്തക്കാരാ. ഞാൻ പറഞ്ഞു, യേശു അവരോട്, എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടവനെ അനുഗമിച്ചു. വിട്ട് വേർപാടാകട്ടോ, അത് വിട്ടേച്ച് യേശുവിനെ അനുഗമിച്ചു. അടുത്ത വാക്യം. അവിടെ നിന്നും അല്പം മുൻപോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. മറ്റവര് വീശുന്നു, ഇവര് രണ്ടെണ്ണം
എല്ലാത്തിനും യേശുവിന് വേണം. മീൻ പിടിക്കുന്നവന് യേശുവിന് വേണം, വല നന്നാക്കുന്നവന് യേശുവിന്. വല നന്നാക്കുന്ന ചില മീൻ കയറിയ വല കീറും. അപ്പൊ ഇതിനെ നന്നാക്കാൻ ഇവിടെ ആള് വേണം. ആത്മാക്കളെ കൊണ്ട് നേടി ഇവിടെ കൊടുക്കുമ്പോൾ ഇവരകത്തിരിക്കുന്ന ആളെ പൊട്ടിയ കണ്ണി പരുവക്കേടുള്ളതെല്ലാം നന്നായിട്ട് ഉപദേശം പറഞ്ഞ് നന്നാക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല, അല്ല സർവജ്ഞാനിയല്ലേ. അപ്പം വീശുന്നവനെ പിടിച്ചു, നന്നാക്കുന്നവനെയൊക്കെ വേണം ദൈവത്തിന്. ഇവരെല്ലാം ഗലീലക്കാരാ. ഗലീല എന്ന് പറഞ്ഞാൽ അത്ര വിദ്യാഭ്യാസമുള്ള സ്ഥലമല്ല, മീൻപിടുത്തക്കാരുവാ. അതിൽ യോഹന്നാൻ ചുമ്മാ മീൻപിടുത്തക്കാരനല്ല, കാശുള്ള മീൻപിടുത്തക്കാരനാ. ചുമ്മാ മത്തി പിടിച്ചോണ്ട് വരുന്ന ആളല്ല, പുള്ളിക്ക് ഇച്ചിരി കാശുള്ള ആളാ. അതിന് ഒരു തെളിവ് അടുത്ത വാക്യം വായിക്കുമ്പോ കേൾക്കാം. ഉടനെ അവരെയും വിളിച്ചു, അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോട് കൂടെ പടകിൽ വിട്ട്. യോഹന്നാന് കൂലിക്കാരെ നിർത്തി മീൻപിടുത്തം നടത്തുന്ന ആളാ, ചില തരകനാ, ചില കാശുള്ളവനാ, പക്ഷെ വിദ്യാഭ്യാസം അത്ര. അതല്ലേ അപ്പോസ്തല പ്രവൃത്തി. ഇവര് പഠിപ്പില്ലാത്തവരും സാമാന്യ ആൾക്കാരാ. അപ്പം ഇവര് ഈ പെന്തക്കോസ്ത് നാളിൽ അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കുക. അപ്പൊ ഈ വന്നവര് പറഞ്ഞ് ഇവരെല്ലാം ഗലീലക്കാരല്ലേ, പിന്നെ ഇവര് പറയുന്നതെല്ലാം ഭയങ്കര വൻ കാര്യമല്ലേ, ഇവര് ഗലീലക്കാരാ, വലിയ വിദ്യാഭ്യാസമുള്ള, പക്ഷെ പറഞ്ഞു വെക്കുന്നതെല്ലാം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലമായി ഗലീല. യേശു കർത്താവ് അവിടെ തന്റെ മഹത്വം വെളിപ്പെടുത്തിയത്. ഈ ഗലീലയെ പറ്റി കുറച്ചുകൂടെ പുറകോട്ട് ഇറങ്ങിയാൽ, പണ്ട് ഈ ശലോമോൻ ദൈവാലയം പണിതു. അപ്പൻ ദാവീദ് പണിയാൻ ആഗ്രഹിച്ചെങ്കിലും ദൈവം പറഞ്ഞു, വേണ്ട, നിന്റെ മകൻ ശലോമോൻ പണി. അവനെ ഹീരാമിനോട് തടിയെല്ലാം മേടിച്ചു. അപ്പന്റെ സ്നേഹിതനാ ഹീരാം. തടിയെല്ലാം കൊണ്ട് കൊടുത്തു, തടിയെല്ലാം കൊണ്ടുവന്ന് ആലയം പണിതു. അപ്പൊ തടി ഈ ദേവദാരുവും പിന്നെ ഒലിവും സരളവൃക്ഷമൊക്കെ കൊണ്ട് കൊടുത്തെന്ന മോളയാണ്ട രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം കണ്ണിക തുടങ്ങുന്നിടത്ത് 9:10. ശലോമോൻ യഹോവയുടെ ആലയം രാജധാനി എന്നീ 2 ഭവനവും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം സോർ രാജാവായ ഹീരാം ശലോമോന് അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരുവും സരളമരവും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട്. പണ്ടൊരാൾ വായിച്ചു സരള മരം കൊടുത്തെന്ന് പറഞ്ഞു. അപ്പൊ വേറൊരാൾ പറഞ്ഞു അവള് കൊടുക്കും. അത് അങ്ങനെ മരം കൊടുക്കാനെങ്കിലും താല്പര്യം ഉണ്ടായല്ലോ സരളയ്ക്ക്. അപ്പം ദേവദാരുവും സരളമരവും പിന്നെ സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീല ദേശത്ത് 20 പട്ടണം കൊടുത്തു. 20 പട്ടണം എവിടാ കൊടുത്തത്? ഗലീല ദേശത്ത്. ഭയങ്കര ബുദ്ധിക്കാരനാ ശലോമോൻ, നല്ല പൊരിഞ്ഞ മോനാ. 20 പട്ടണം കൊടുത്തു. അടുത്തത് ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന് അവൻ സോരിൽ നിന്ന് വന്ന് ഹീരാം സോരിൽ നിന്ന് വന്നു. അടുത്തത് എന്നാൽ അവ അവന് ബോധിച്ചില്ല. അങ്ങനുണ്ട്. അത്ര സാധന കൊടുത്തത്. കൊടുത്തതിന്റെ പേരേ ഉള്ളു, ഒന്നും ബോധിച്ചില്ല. അപ്പം ബോധിക്കാൻ പുള്ളി പറഞ്ഞു തന്നെ, സഹോദര നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്ത് എന്നവൻ പറഞ്ഞു. എന്റെ സഹോദര, ഗുണം വരുത്താനെങ്കിലും താടാ. എനിക്കും ഗുണം വരുന്നില്ല, നിനക്കും. ഇതെന്തുവാ ഈ പട്ടണം? ഇതാണോ ഈ പട്ടണം? അവയ്ക്ക് ഇന്ന് വരെയും കാബൂൽ ദേശം ഇരുണ്ട സ്ഥലം, അന്ധകാര സ്ഥലമായത്. വേറൊരു വാക്യം കൊണ്ട് ഇതിന് ചേർത്ത് വായിച്ചേ, ഒത്തിരി പറയാനുണ്ട്, പെട്ടെന്ന് അങ്ങ് നിർത്താം. യെശയ്യാ പ്രവചനം 9:1 വായിച്ചേ മോളെ. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് വായിക്കുന്നുണ്ട് കേട്ടോ. യെശയ്യാവ് 9:1 വായിരും, പെട്ടെന്ന് വായിച്ചോ. എന്നാൽ
കഷ്ടതയിലിരുന്ന ദേശത്തിന്, ഈ ദേശത്തിന്റെ കുഴപ്പടിയ കഷ്ടത, പിന്നെ തിമിരമുള്ള ദേശം, പിന്നെ പണ്ട് അവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും ഹീനതയുള്ള ദേശം, പിന്നെ പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം, ഇരുട്ടിൽ ഇപ്പൊ ഈ ദേശമല്ല ഇരുണ്ട സ്ഥലമാ കാബൂല്. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് ഇരുട്ടുള്ള സ്ഥലം, അന്ധകാരം, തിമിരം, കാബൂൽ ദേശം, ഇരുണ്ട സ്ഥലം, ഗുണമുള്ള ദേശമല്ല. ഇവിടെ പാർക്കുന്നവരും അങ്ങനത്തെ ആൾക്കാരാ. വലിയ സ്റ്റാൻഡേർഡ് ഒന്നും വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ ക്ഷീണം. അതിനൊരു തെളിവ് തരാം, ഒത്തിരി ഉണ്ട് ഒരു തെളിവ്. ഇവരുടെ ആ രീതിയെ ഒന്ന് എന്ത് പറഞ്ഞാലും കയറി ഉടനെ മറുപടി പറയും പീറ്റർ. കേൾപ്പാൻ വേഗതയും പറവാൻ താമസം, പുള്ളിക്കാരൻ നമ്മൾ ചെല്ലും കയറി അടിച്ചു കളയും. രണ്ട്, പ്രാഗി. പത്രോസ് യേശുവിനെ പ്രാഗി എന്ന് കേട്ടിട്ടുണ്ട്. എന്തോ നമ്മുടെ രീതി അനുസരിച്ച് നമ്മൾ പറയാം, ഈ കാലന്റെ കൂടെ കൂടിക്കൊണ്ടുവന്ന് തീ കായാൻ പോലും ഇതൊക്കെ ഈ പ്രാകുന്നേ. അതെ, അങ്ങനെ പ്രാകുന്നേ. പത്രോസ് പ്രാഗി. കാരണം ആ ദേശത്തെ രീതി അതാ. അടുത്തത് ഒരു തെളിവ് കൂടെ തരാം അവരുടെ ആ രീതിയെ. യേശു കടൽക്കര വന്നപ്പം മനസ്സിലായില്ല, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചെല്ലാം ഇച്ചിരി കഴിഞ്ഞപ്പം മനസ്സിലായി. യേശു അത് എടുത്തൊരു ചാട്ടം. എങ്ങനെ ആ ചാടിയെന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, മനസ്സിലാകുന്നില്ല. ചാടി വെച്ച് ഇനി കേറുക. ഓ, നിങ്ങൾ പുസ്തകം ഒന്നും വായിക്കുന്നില്ലേ? ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ നമ്മൾ ചാടിക്കഴിഞ്ഞാൽ അവിടെ കയറുകയല്ല. കാരണം വെള്ളത്തിൽ ചൂട് താന്ന് കിടന്ന ഗുരു എപ്പോഴാ ഗുരു വന്നേ? ഓ, ആടെ അവിടെ കിടന്നോണ്ട്, വെള്ളത്തിൽ കിടന്നോണ്ടേ. ഓ, നിങ്ങൾക്കൊന്നും പിടികിട്ടുന്നില്ല. അപ്പൊ ഇവര് അത്രയ്ക്ക് വിദ്യാനിപുണന്മാരല്ല, സ്റ്റാൻഡേർഡ് ഉള്ളവരല്ല. ഇത് ഇരുണ്ട സ്ഥലമാ, കാബൂൽ ദേശമാ. പക്ഷെ യേശുക്രിസ്തു തന്റെ കന്നി പ്രസംഗം അവിടെ ചെയ്തിട്ട് ആ കാനാവിൽ അവിടുന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അതല്ല, പക്ഷെ അടുത്ത വാക്യമാ മഹത്വം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, ശലോമോന് ജ്ഞാനം ഉണ്ടായിരുന്നു. ഹീരാമാര, സോർ രാജാവ, കാശുകാര. സങ്കീർത്തനം 45 വായിക്കുന്ന സോർ നിവാസികൾ ദേശത്തിലെ ധനവാന്മാർ, അവർ കാഴ്ചവെച്ച് മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി. അപ്പം സോർ രാജാക്കന്മാര് കാശുള്ളവരാ. കാശുള്ള പുള്ളിക്ക് ആ ഗുണം പിടിക്കാത്ത 20 പട്ടണം പുള്ളി കൊടുത്തത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാ മതി, ശലോമോൻ വലിയ ജ്ഞാനിയാ. ശലോമോന്റെ ജ്ഞാനം കൊണ്ട് ഈ ദേശത്തൊരു മഹത്വം വന്നില്ല. കാശുള്ള ഹീരാമിന്റെ കാശ് കൊണ്ട് ഈ ദേശത്തിന് ഒരു മഹത്വം വന്നില്ല. എന്നാൽ ശലോമോനിലും വലിയവൻ, ഹീരാമിനേക്കാൾ വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവനാകുന്ന യേശു വന്നപ്പോൾ ആ ദേശത്ത് മഹത്വം വെളിപ്പെട്ടു.